പ്രിയ സദസ്, നിങ്ങൾക്കേവർക്കും തിരുവനന്തപുരം വൈഗാഭിഷൻ്റെ സ്നേഹസ്വാഗതം. അടുത്ത ബെല്ലിന് നൃത്തനാടകം ആരംഭിക്കുന്നു. ദേവി ചണ്ഡിക. മലയാള നൃത്തനാടക മേഖലയ്ക്ക് ഒട്ടനവധി അവിസ്മരണീയമായ രംഗമുഹൂർത്തങ്ങൾ കൊണ്ട് ഉയിരും ഊർജവും നൽകിയ കാളിയമ്മൻ, അഗ്നിമുദ്ര തുടങ്ങിയ മെഗാ ഹിറ്റ് നൃത്തനാടകങ്ങൾക്ക് ശേഷം തിരുവനന്തപുരം വൈഗാഭിഷൻ അവതരിപ്പിക്കുന്ന പുതിയ നൃത്തനാടകം ദേവി ചണ്ഡിക. അനുഗ്രഹിച്ചാലും. ദേവി, ദേവി, ദേവി പാർവതി. ഭഗവാനെ, ഈയുള്ളവൾ ദർശിച്ച സ്വപ്നത്തിന്റെ നെറുകയിൽ പോലും അങ്ങയുടെ നടനമാണ്. മനോഹരമായ നടനം. കൗമാരത്തിന്റെ പടിവാതിൽ തുറന്ന് ഒരു ശലഭത്തെ പോലെ പറന്നു നടന്ന് യൗവനയുക്തയാകും വരെ എന്റെ നാമം സദാ ജപിക്കുന്ന ശൈലപുത്രിയെ നമുക്ക് ഓർമ്മ വരുന്നു. അതെ, എന്റെ ഈ പൂജാബിംബത്തെ ഒരു നിമിഷം പോലും മറന്ന് ജീവിച്ചിട്ടില്ല ഈ ഭക്തമാനസം. നമുക്കറിയാം പ്രിയേ, ശുദ്ധമായ ഭക്തിയും നിത്യമായ പ്രണയവും നമുക്കായി മാത്രം നൽകിയ ദേവിയോടൊപ്പമായിരുന്നില്ലേ ഈ കൈലാസവും ഞാനും? ശൈലപുത്രിയുടെ മിഴികളിൽ എന്തേ വല്ലാത്തൊരു ഭാവം? വിലോലമായൊരു ചെറു കാറ്റിന്റെ കൈകളിൽ തട്ടി അടർന്നു വീഴാൻ തുടങ്ങുന്ന പൂ പോലെയാകുന്നു മാനസം. കാരണം ഏതുമില്ലാത്തൊരു ചെറു സങ്കടം കാതിൽ മന്ത്രിക്കുന്നത് പോലെ. കാരണം ഏതുമില്ലാത്ത സങ്കടത്തിന് പ്രണയമെന്നും നിർവചനമുണ്ടല്ലോ ദേവി. കണ്ണിണകളിൽ കനൽ തിളക്കവുമായി ചണ്ഡമുണ്ഡന്മാരെ നിഗ്രഹിക്കുമ്പോഴും അധർമ്മം കൈയാളുന്ന ആസുരികതയെ ഉന്മൂലനം ചെയ്യുമ്പോഴും മനസ്സിന്റെ ഈശാന കോണിൽ അങ്ങു മാത്രമാണ്. പ്രാണനിൽ പൂവിട്ട തളിർവല്ലരി പോലെ പ്രസാദമധുരമായ വാക്കുകളുടെ ശോഭയിൽ പ്രിയപത്നിയുടെ ഭാഷണം ഗാനം പോലെ നിറയുന്നു. ഈ കൈലാസ സാന്യവും പ്രദോഷസന്ധ്യയും എന്റെ നടരാജമൂർത്തിയുടെ നടനവും. കുളിർമഞ്ഞ് വീണ മാനസത്തിൽ കാമനകൾ വിരിയുന്നു. ഹരണേ, നിൻ സ്മൃതി എന്നിൽ ഹരമായി നിറയുമ്പോ നീഹാരമണിയുന്നിൻ പ്രണയം. പ്രിയേ, ശിവസംഗീതം ഗിരികന്യേ നിൻ ഹൃദി നുകരുമോ? ദേവാംശം തനുമൂടുമ്പോൾ ഉയിരോളം നീ മധുപകരൂ. പ്രണയമനം അനുദിനം തമ്മിലൊരു കഥമെനയും നവഭാവം. രസഭരിതം അനുചിതം തിങ്കളൊരു ചിരി പകരും ഋതുമേളം. ശ്യാമമേഘ സന്ധ്യമാഞ്ഞു നിന്നിൽ നടനജതികളലസമുണരുമിനിയും. ദേവാംശം തനുമൂടുമ്പോൾ ഉയിരോളം നീ മധുപകരൂ. ധാന ധനനനം ധനന ധനനന ധാന ധനനനം ധനനനം. സരിതം സരിതം
കനിയും സുഗത പ്രണയ വജസുകളേ. രാഗം അനുരാഗം ശിവനേകും അഴകാ. ശങ്കരന്റെ ഇംഗിതത്തെ ചന്തമോടലിഞ്ഞ രാഗമെത്തുവന്ന സ്വത്വമല്ല ദേവി രൂപം. ചന്ദ്രചൂടനിന്റെ ശോക സങ്കടങ്ങളൊക്കെ അറ്റി ചിന്തയിൽ തെളിഞ്ഞ ദേവരൂപം. മന്ദാലാപം, ഓംകാരം, പിന്നിന്നാദം, തുടിതാളം, ചിരവരുത്ത ഗിരിനിരകളിൽ പിടിപരതും അസുരപദങ്ങളിൽ ഗിരിമകളുടെ മിഴിമുനകളിൽ അഴകലയായി മാറും. തെളിവിയുടെ ചിരിപതറിയ പകലിയുടെ ചെറുതുറികൾ നെഞ്ചിപകരും ആദരഗിരിയിൽ മതിയായി നീങ്ങാം. മലമുരുകിയ മഴവഴികളിൽ ഇനത്തിനെയും അസുരവഴികളിൽ പുറമണിയുടെ ചെറുസ്വരമായി ഈശാവാ. ഇലകരുതിയ നടുമലകളിൽ വായുരുകിയ കനമറകളിൽ പൊലിനിറയും മതിലമറകളിൽ ശംഭുദേവാ. അമ്മേ മഹാമായേ ദേവി ചണ്ഡികേ അമ്മേ അശുഭങ്ങളുടെ അടയാളപ്പെടുത്തലുകൾ ദേവി കേൾക്കുന്നില്ലേ ആ ദീനവിലാപം? ആദിമാതാവേ ദേവി ചണ്ഡികേ അമ്മേ മഹേശ്വര, ഈ നാരീശബ്ദം നാം തിരിച്ചറിയുന്നു. കയ്പ് നിറഞ്ഞ ഭൂതകാലത്തെ ഭക്തി കൊണ്ടും ഉപാസന കൊണ്ടും തോൽപ്പിച്ച നമ്മുടെ പ്രിയ ഭക്ത. അതെ, പെരുമാൾപുരത്തെ സധൈര്യം നയിക്കുന്ന ചണ്ഡികാ ഭക്ത രേവമ്മ. കൈലാസം വരെ മുഴങ്ങിയ ആ ദീനവിലാപത്തിന്റെ പിന്നിൽ അധർമ്മത്തിന്റെ ആവർത്തനങ്ങൾ നിശ്ചയമായും ഉണ്ടാകും. ഇവിടെ അനുതാപത്തിന്റെ സ്വരമല്ല വേണ്ടത്. പെരുമാൾപുരത്തിനും രേവമ്മയ്ക്കും അലിവിന്റെ പ്രകാശമേകൂ ദേവി. നിശ്ചയമായും പ്രഭു, മാനവലോകത്തിന്റെ ദുരിത ഭൂമികയിലേക്ക് നാം പോവുകയായി. ധർമ്മ സംസ്ഥാപനത്തിനായി ചണ്ഡികാരൂപത്തിൽ അവതരിക്കാൻ അനുഗ്രഹിച്ചാലും ഭഗവാനെ. മംഗളം ഭവന്തു. ചണ്ഡികേ പരാശക്തിയെ കളരിത്തറയും അശുദ്ധമാക്കിയിരിക്കുന്നു. അകക്കണ്ണിലെന്ന പോലെ ഈ രേവമ്മ സകലതും കാണുന്നു. അപരിചിതന്റെ കാലടയാളങ്ങളാണ് ഈ കളരിത്തറയിലെങ്ങും. വഴിത്താരയിൽ അങ്ങിങ്ങായി കുതിരച്ചാണകത്തിന്റെ ദുർഗന്ധം. എന്താണിത്? ആരവിടെ? കൽപ്പിച്ചാലും കൽപ്പനയോ ധാർഷ്ട്യമോ അല്ല കുശലൻ. അനുവാദമില്ലാതെ നമ്മുടെ പെരുമാൾപുരത്തും പവിത്രമായി ഈ കളരിത്തറയിലും പ്രവേശിച്ചത് ആരാണ്? ഉത്തരം നിജമാകണം. നിജമായി തന്നെ കുശലൻ മറുപടി തരാം റാണി. അനുവാദത്തിനായി അതിഥി പുറത്ത് കാത്തു നിൽപ്പുണ്ട്. അതിഥിയോ? ആരാണത്? മഹോദയപുരത്തെ യുവരാജാവ് അശ്വരൂപൻ. കാവേരിപ്പുഴ മുറിച്ചു കടന്ന് അനുവാദമില്ലാതെ നമ്മുടെ ദേശത്ത് മഹോദയപുരത്തെ യുവരാജാവ് എത്തിയെന്നോ? കനത്ത കാവലും അങ്കണ സൈന്യവും ഭേദിച്ച് പെരുമാൾപുരത്തിന്റെ പ്രവേശന കവാടത്തിന് ഇപ്പുറത്തേക്ക് കടക്കാൻ ആരാണ് അയാൾക്ക് അവസരമൊരുക്കിയത്? അത് പിന്നെ റാണി. നാവ് ഉയർത്തു കുശല. മൂർച്ചേറിയ വാക്കുകളാൽ സേവകരെ ബുദ്ധിമുട്ടിക്കാതെ ചോദ്യങ്ങൾ നേരിട്ടാകാം. പുഴ മുറിച്ചു കടന്ന് അനുവാദമില്ലാതെ ഈ പെരുമാൾപുരത്ത് പ്രവേശിച്ചത് തന്നെ തെറ്റ്.
നാം എത്തും മുമ്പ് കളരിത്തറയിൽ കടന്നതും കുതിരയെ വഴിത്താരയിൽ ബന്ധിച്ചതും അതിലേറെ തെറ്റ്. നാവടക്ക് രേവമ്മേ, നമ്മുടെ രാജ്യത്തിന്റെ അംശം മാത്രമായിരുന്ന ഈ പ്രദേശത്തെ പെരുമാൾപുരമാക്കി പ്രഖ്യാപിച്ച് ഭരണസാരഥ്യം ഏറ്റെടുത്ത നിങ്ങളുടെ കുടില ബുദ്ധിയെ കഴിവായി കാണുന്നില്ല ഈ അശ്വരൂപനും മഹോദയപുരവും. അധികാരത്തിന്റെ ഗർവിൽ അപമാനിച്ചയക്കാനാണ് ഭാവമെങ്കിൽ നിങ്ങൾക്ക് വലിയ തോൽവി നുണയേണ്ടി വരും. പെൺകോയ്മയുടെ സ്വരം അനുവദിക്കില്ല നാം. അനുവാദം എനിക്ക് എന്തിനാ സ്വരൂപ? ആണഹങ്കാരത്തിന്റെ ആജ്ഞാസ്വരം അവിടെ മഹോദയപുരത്ത് മതി. ഇവിടെ ഈ പെരുമാൾപുരത്ത് ഞാനാണ് അധികാരി, ഈ രേവമ്മ. അത് പിന്നെ റാണി, മഹോദയപുരത്തെ രാജ്ഞിയുടെ വ്യാധി മാറാൻ മരുന്ന് തേടി വന്നതാണ്, അല്ലാതെ. കുശലിന് നാവടക്കാം. പിറന്നു വളർന്ന നാടിനോട് ഈ വിധമാണ് കൂറെങ്കിൽ കുശലന്റെ കൗശലത്തെ വാൾമുന കൊണ്ട് തടയും ഈ രേവമ്മ. കടക്ക് പുറത്ത്. വിനീതനായ സേവകന്റെ പിന്മാറ്റം പോലെ ഈ അശ്വരൂപൻ പിന്മാറില്ല. ആതിഥ്യം സ്വീകരിച്ച് അമൃതയത്ത് കഴിച്ച് അതിഥി മന്ദിരത്തിൽ പള്ളിയുറങ്ങാൻ വന്നവനല്ല ഞാൻ. അധികാരത്തിന്റെ ഗർവോടെ അവകാശപൂർവ്വം മഹോദയപുരത്തെ രാജ്ഞിക്ക് ഔഷധം വാങ്ങാൻ എത്തിയതാണ്. നിങ്ങൾ ആവശ്യപ്പെടുന്ന പൊൻപണം തരും ഞാൻ. മഹോദയപുരത്തെ റാണിയുടെ രോഗത്തിന് മരുന്നില്ല അശ്വരൂപ. സ്ത്രീ ഹൃദയങ്ങളിൽ എന്നും വേദനയുടെ അഗ്നി മാത്രം പകുത്തു നൽകുന്ന നിന്റെ രാജ്യത്ത് അവർ നിത്യരോഗികളാണ്. വ്യാധിയല്ല, ആദി മാത്രമാണ് നിന്റെ റാണിക്ക്. നാമം ജപിക്കുന്ന നാവ് കൊണ്ട് അഹങ്കാരം പുലമ്പുന്ന ഹീന ജന്മമേ, ഔദാര്യം കൊണ്ടുള്ള ഔഷധം ഇനി നാം സ്വീകരിക്കില്ല. മഹോദയപുരത്തിന് കപ്പം നൽകിപ്പോന്ന ഈ പഴയ ഉദയപുരത്തെ നിങ്ങളാണ് പെരുമാൾപുരമായി പ്രഖ്യാപിച്ച് ഭരണം നടത്തുന്നത്. അതെ, പഴയ ഈ ഉദയപുരം ദേശത്തിന് പെരുമാൾപുരം എന്ന് എങ്ങനെ പേര് വന്നു? പറയൂ അശ്വരൂപ. ഉത്തരമേറെ കാണില്ല അല്ലേ? ദശവത്സരങ്ങൾക്കപ്പുറം കുലം കുത്തിയൊഴുകിയ കാവേരി നദി കബന്ധങ്ങളേറെ സമ്മാനിച്ച് ഈ ദേശത്തെ ആകെ വിഴുങ്ങിയപ്പോ നിന്റെ ജ്യേഷ്ഠനടക്കമുള്ള മഹോദയപുരത്തെ ഭരണ നേതൃത്വവും പണ്ഡിത സമൂഹവും പഴയ ഉദയപുരത്തെ പാഴ്നിലമായി കരുതി പാടെ ഉപേക്ഷിച്ചു. എണ്ണമറ്റ ശവകുടീരങ്ങൾക്ക് നടുവിൽ നിന്നും ഞാനും എന്റെ ചെറു സംഘവും ഉണ്മ കൊണ്ടും ഉപാസന കൊണ്ടും പടുത്തുയർത്തിയതാണ് ഈ പെരുമാൾപുരം. ദേവി ചണ്ഡികയുടെ അനുഗ്രഹം കൊണ്ട് പൂത്തുലഞ്ഞതാണിവിടെ എന്റെ പെരുമാൾപുരം. ഈ വിളമ്പിയ ഈ പൂർവകഥയിൽ മനഃപൂർവ്വം വിസ്മരിച്ച ഒരു ഏടുണ്ട്. പറഞ്ഞു തരണോ ഞാൻ? കറുത്ത രാത്രികളും കെട്ടുപോയ പകലുകളും ഇനി ഓർമ്മയിൽ പോലും കുത്തി നിറക്കില്ല രേവമ്മ. വർത്തമാനകാലത്തിലെ ഈ പകലിൽ പുഴ കടന്നു വന്ന അശ്വരൂപനോടായി ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, അനുവാദം കൂടാതെ ഈ പെരുമാൾപുരത്തിന് പ്രവേശനമരുത്. ധിക്കരിച്ചെത്തിയവരാരും നന്നായി തിരികെ പോയിട്ടില്ല. പവിത്രമായി ഈ കളരിത്തറ അശുദ്ധമാക്കിയതിനും ചണ്ഡികാ മണ്ഡപത്തിൽ കുതിരയെ ബന്ധിച്ചതിനും ആദിപരാശക്തിയും നമ്മുടെ സർവസ്വവുമായ ചണ്ഡികാ മാതാവിനോട് മാപ്പ് പറഞ്ഞു മടങ്ങാം അശ്വരൂപന്. ക്ഷമാപണമോ? അസംഭവ്യം. അവതാരപ്പിറവിയുടെ അമൂർത്ത രൂപമായ ചണ്ഡികാ മാതാവിനോടുള്ള ക്ഷമാപണം പോലും മടിക്കുന്ന നിനക്ക് ഈ രേവമ്മ നൽകുന്ന മറുപടി നീ കണ്ടോ? അനുവാദമില്ലാതെ അശ്വരഥത്തിൽ പെരുമാൾപുരത്ത് വന്ന് വെല്ലുവിളി നടത്തിയ നീനി നഗ്നപാതനായി ഈ ദേശം വിടണം. ഈ പെരുമാൾപുരം
അഭിമാനത്തിന്റെ കണ്ണീർ കയത്തിൽ നിന്നും അടിവേരിളകിയ ഈ മണ്ണിന്റെ രോദനത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റവളാണ് ഈ രേവമ്മ. ഉപാസനയും തപസ്സുമായി ഇരുളിലലിഞ്ഞ രേവമ്മയ്ക്ക് സർവ്വതും സമ്മാനിച്ചത് ചണ്ഡികാദേവിയാണ്. ആ അമ്മയുടെ അനുഗ്രഹമാണ് നമ്മുടെ വിജയം. സ്വന്തം നിഴലിനെ പോലും അവിശ്വസിച്ചു പോകുന്ന ഈ നാഴികയിൽ കുശലൻ എന്തേ വൈകിയത്? വാർദ്ധക്യത്തിന്റെ ജരാനരകൾ പുൽകിയ ശരീരം ഇപ്പോൾ ബ്രാഹ്മമുഹൂർത്തത്തിലൊന്നും ഉണരുന്നില്ല. അതിഥി മന്ദിരത്തിന്റെ അറകളിലൊന്നിൽ കുശലനൊരു തൽപ്പമൊരുങ്ങുന്നുണ്ട്. ശിഷ്ടായുസിന്റെ ഇരവു പകലുകൾ ഈ പെരുമാൾപുരത്ത് തന്നെ ആകണമല്ലോ. ആടിമേഘം പോലും പുലഭ്യം പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. വശപാതത്തിന്റെ തണുത്ത ഓർമ്മകൾ കുശലനിലേക്ക് വിരച്ചു കയറുന്നു. തണുത്തുറയാതിരിക്കാൻ കാലം തന്ന ഒരു കരിമ്പടം പുതച്ച് ഞാനും കാത്തിരിക്കുന്നുണ്ട്. അതെ, ഈ രേവമ്മയുടെ കാത്തിരിപ്പും പൂർണ്ണതയിലെത്തുകയാണ്. എന്റെ മകൾ, എന്റെ ശ്രാവണി മടങ്ങിയെത്തുകയാണ്. ഗുരുമുഖത്തു നിന്നും അറിവും ആയോധനവും അഭ്യസിച്ച് മനീഷികളിൽ നിന്ന് ശാസ്ത്രവും ജ്യോതിഷവും ഹൃദ്യസ്ഥമാക്കി അവൾ വരുന്നു. മഴയോർമ്മകൾ മാഞ്ഞ് നമ്മുടെ കാവേരിപ്പുഴ ശാന്തമായി ഒഴുകുന്ന ശ്രാവണത്തിൽ മകൾ ശ്രാവണിക്ക് പെരുമാൾപുരത്തിന്റെ ചെങ്കോൾ സമർപ്പിക്കാം. അല്ലേ കുശല? മകളെക്കുറിച്ചുള്ള സങ്കല്പത്തിൽ മതിമറന്നു നിൽക്കുന്ന രേവമ്മ മനഃപൂർവ്വം മറന്നുവെച്ച ഒരു പേര് കൂടിയുണ്ട്. ഏകജാതൻ, എന്റെ മകൻ. മറന്നതല്ലോ കുശല. ഈ രേവമ്മയൊന്നും മറക്കില്ല. അങ്ങനെ മറക്കുന്നവളുമല്ല. ചിത്തഭ്രമം വന്നാൽ പോലും ഉടയാത്ത സ്മരണകൾ എന്നും ഉണ്ടാവും നമുക്ക്. ഉടയാത്ത സ്മരണകൾ ഇനിയും ബാക്കിയുണ്ടെങ്കിൽ തീരുമാനിച്ചുറച്ച പലതിനും തിരുത്തലുകൾ വേണ്ടിവരില്ലേ? നാമം കുശലൻ എന്നെങ്കിലും കൗശലവും വശമാണ് നിങ്ങൾക്ക്. ആണഹന്തകളുടെ പര്യായങ്ങളെ അരിഞ്ഞു വീഴ്ത്തിയ രേവമ്മയ്ക്ക് ആദ്യമായും അവസാനമായും ഒന്നേ കൽപ്പിക്കാനുള്ളൂ: പെൺഭരണത്തിൽ തന്നെയാവണം എന്നും ഈ പെരുമാൾപുരം. ദേവി ചണ്ഡികയാവണം ഈ ദേശത്തിന്റെ കാവൽ ദേവത. അതങ്ങനെ തന്നെയാവണം. ചാവേറുകളും വിഷധൂളി ധൂമങ്ങളും മദ്ദഗജങ്ങളും അങ്കനാ സൈന്യവുമാകണം ഈ പെരുമാൾപുരത്തിന്റെ ശക്തി ദുർഗങ്ങളും മഹാസൈന്യവും. വാർദ്ധക്യം ചൂഴ്ന്നെടുക്കാത്ത മനസ്സിൽ നിന്നും ഈ കുശലന് ഒരു കാര്യം വ്യക്തമാക്കാം. കൽപ്പന മാത്രം ഏറെ നാളായി ശീലിച്ച രേവമ്മയ്ക്ക് ചില കഥകളുടെ പൊരുളറിയാൻ കേൾവിക്കാരിയായേ തീരൂ. മകൾ ശ്രാവണിയെ പ്രകീർത്തിച്ചതുപോലെ ഈ കുശലന് കുടഞ്ഞിടാൻ സമൃദ്ധിയുടെ നാൾ വഴികളോ പാഠശാലകളുടെ ഓർമ്മപ്പെടുത്തലുകളോ ഇല്ല. പക്ഷേ പൂർവജന്മമോ പുനർജന്മമോ ഒരിക്കലും ഇല്ലെന്ന് വിശ്വസിച്ച് ആയോധനത്തിന്റെ വഴിയിൽ ഏറെ മുന്നേറുന്ന ഏകജാതൻ എന്ന പുത്രനും പെരുമാൾപുരത്തിന്റെ ചെങ്കോലിന് അവകാശി തന്നെ. കുശല, നിർത്ത്. കുശലനേറ്റ പൊള്ളലുകളുടെ ഭൂതകാലം മറ്റാരേക്കാളും ഈ രേവമ്മയ്ക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് പെരുമാൾപുരത്തിന്റെ അധികാര സിംഹാസനത്തിനരികെ സുപ്രധാന പദവിയിൽ നിങ്ങളെ കുടിയിരുത്തിയിരുന്നത്. പക്ഷേ പരാജയത്തിന്റെയും വിജയത്തിന്റെയും നാളുകളിലെല്ലാം തണൽ വിരിയിച്ച നിങ്ങളുടെ മനസ്സിൽ സ്നേഹമല്ലായിരുന്നു, അല്ലേ? ഞാൻ അറിയാതെ അധികാരം എന്ന ലക്ഷ്യവുമായി ഏകജാതനെ വളർത്തി വലുതാക്കുകയായിരുന്നു നിങ്ങൾ, അല്ലേ? അത്രയെങ്കിലും ആണായി ജനിച്ച് ജീവിച്ച ഞാൻ ചെയ്യേണ്ടതല്ലേ രേവമ്മേ? കൊതിച്ചതൊന്നും നേടാനാകാതെ ജരാനരകൾ പുൽകിയ കുശലന് ഒരു വിജയം വേണം. ഒരേ ഒരു വിജയം. അതെ, ഏകജാതനായിരിക്കണം പെരുമാൾപുരത്തിന്റെ രാജസിംഹാസനത്തിൽ. കൗശലങ്ങളുടെ വാഗ്ധോരണി മുഴക്കി ഇനിയും എന്നെ പ്രകോപനം കൊണ്ട് അധൈര്യപ്പെടുത്താനാണ് ഭാവമെങ്കിൽ മരണം നീ ഇരന്നു വാങ്ങും. വിറയ്ക്കുന്നില്ലെങ്കിൽ, സത്യം നിഷേധിക്കുന്നുവെങ്കിൽ കുശലന്റെ കണ്ഠത്തിലേക്ക് കുത്തിയിറക്കണം ഈ എഴുത്താണി കൊട്ടാര.
പുരുഷായുസിനോളം പോന്ന സേവനത്തിന് പെണ്ണഹന്തയുടെ ഉപഹാരം മരണം. അധികാരത്തിന്റെ ലഹരിയിൽ നുരപൊന്തിയ ഗർവിന്റെ പര്യായം രേവമ്മ. രേവമ്മ പടപ്പുറപ്പാട് ആരംഭിച്ചു കഴിഞ്ഞു അല്ലേ കുശല? അല്ല, പടപ്പുറപ്പാടേ അല്ല, നീതിയാണ് വേണ്ടത്. കുന്നോളം പോന്ന ആഗ്രഹങ്ങളെ കൂട്ടിത്തിരുമി കാവേരിയിലെറിഞ്ഞ് ജീവിച്ചവനാണ് ഈ കുശലൻ. അതുകൊണ്ട് തന്നെ കുന്നിക്കുരുവിനോളം പോന്ന വിജയമെങ്കിലും കുശലന് നുണയണം. ആവർത്തിച്ചു പറഞ്ഞിട്ടും അനുസരിക്കുന്നില്ല എങ്കിൽ അധരങ്ങളല്ല, ആയുധമാണ് ഏറ്റവും ഉചിതം. രക്തശുദ്ധിയുടെ കലർപ്പ് തിരയുന്നില്ല ഏകജാതൻ. നടന്നു തീർത്ത വഴിത്താരകളെ തിരിഞ്ഞു നോക്കുന്നുമില്ല. പെൺഭരണത്തിന്റെ നാടുകളിൽ എന്നും നാവിറങ്ങിപ്പോയ പൗരുഷത്തെ ഏകജാതൻ ഈ പെരുമാൾപുരത്തിന് തിരികെ സമ്മാനിക്കും. അങ്ങനെ അധികാരത്തിന്റെ ചെങ്കോൽ ഈ ഏകജാതന്റെ വലം കയ്യിലിരിക്കും. അസംഭവ്യം! നിജമായതൊക്കെയും അനശ്വരമായി തന്നെ നിലനിൽക്കും. ശത്രു സൈന്യം പോരിന് വരുന്നത് രാജധർമ്മവും യുദ്ധനീതിയുമാണ്. പക്ഷേ കൂടെ നടന്ന കുശലനും പടയ്ക്കൊരുങ്ങുന്ന ഏകജാതനും പിന്നിൽ നിന്നും കുന്തമുനയാണ് ഇറക്കുന്നത്. വിജയങ്ങളിൽ ഒരിക്കലും അഹങ്കരിക്കാത്ത രേവമ്മയുടെ ഹൃദയപുടങ്ങളിൽ ആദിപരാശക്തി ചണ്ഡികയുടെ മുഖകമലം മാത്രമാണ്. ശത്രുനാശത്തിനായി അവതാരപ്പിറവിയെടുക്കുന്ന മഹാചണ്ഡികയുടെ നാമമന്ത്രങ്ങൾ മാത്രമാണ്. ആൺകരുത്തിന്റെ കരുതലിനായ അധികാരം ഉപേക്ഷിച്ച് അന്തഃപുരത്തിലോ അകത്തളത്തിലോ ശിഷ്ടായുസ് ചെലവാക്ക്. അല്ലെങ്കിൽ ഉപാസനയും ജപങ്ങളുമായി ദേവതമാരെ പ്രസാദിപ്പിച്ച രേവമ്മ സഹായത്തിനായി അവതാരമൂർത്തികളെ വരുത്ത്. വേഗമാകട്ടെ. കാണട്ടെ 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 നിന്റെ അവതാരമൂർത്തികളെ. ഭീഷണികളിൽ തെല്ലും പ്രാണഭയമില്ലാത്ത രേവമ്മയുടെ മാനസ പൂജയിൽ ഒരു നിമിഷമെങ്കിലും പ്രത്യക്ഷയാവട്ടെ. ആദിമാതാവേ, ദേവി ചണ്ഡികേ. സർഗലയ താളമുണർത്താൻ ദീപം തെളിക്കട്ടെ ഈ നടനവേദിയിൽ. പ്രണവമന്ത്രാക്ഷരിയുണർന്നു കലയുടെ സർഗലയ താളം ഉണർത്താൻ ദീപം തെളിക്കട്ടെ ഈ നടനവേദിയിൽ. ദീപം തെളിക്കട്ടെ ഈ നടനവേദിയിൽ. ദീപം തെളിക്കട്ടെ ഈ
കലയുടെ സ്നേഹസൂക്തങ്ങൾ ഉയരട്ടെ. ഒഴുകുന്നു വൈഗ, ഒഴുകുന്നു വൈഗ, 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 വൈഗ. സത്യമായി സ്നേഹമായി നൂപുരധ്വനികളായി ത്രിപുടയും തുഞ്ചന്റെ കിളിമൊഴിയും. സത്യമായി സ്നേഹമായി നൂപുരധ്വനികളായി ത്രിപുടയും തുഞ്ചന്റെ കിളിമൊഴിയും. മന്മഥൻ സ്മൃതികളെ വാഴ്ത്താൻ സത്യധർമ്മ സനാതന ശ്രീലക നട തുറക്കട്ടെ. കലയുടെ സ്നേഹപ്രവാഹമായി വൈഗ, വൈഗ, വൈഗ. ഗണനാഥ, റാണിക്ക് ഔഷധത്തിനായി പെരുമാൾപുരത്തേക്ക് പുറപ്പെട്ട നമ്മുടെ അനുജൻ അശ്വരൂപൻ ഇനിയും മടങ്ങിയെത്തിയിട്ടില്ല. 3 ദിനങ്ങൾ പിന്നിട്ട യാത്രയിൽ അശുഭമായ എന്തെങ്കിലും? ഭൂതലക്ഷണത്തിൽ അശുഭമായി ഒന്നും തെളിയുന്നില്ല. സാമർഥ്യമേറെയുള്ള കുമാരന് അസാധ്യമല്ലല്ലോ രാജൻ. യാത്രയും ലക്ഷ്യവും മറ്റെന്തും. റാണിയുടെ വ്യാധി എന്തെന്ന് വൈദ്യശാസ്ത്രത്തിന്റെ അപാര സീമകൾ പിന്നിട്ട ഗണനാഥന് പോലും ഗ്രഹിക്കാൻ കഴിയാതെയായി. ശരീരലക്ഷണങ്ങളിൽ ഒന്നും വ്യാധി വ്യക്തമാകുന്നില്ല. നാഡീപരിശോധനയിലും പ്രത്യേകിച്ചൊന്നും കണ്ടെത്താനായില്ല. നമ്മുടെ നിഗമനവും ഒപ്പം മറ്റനേകം വൈദ്യശിരോമണികളുടെ കണ്ടെത്തലും ഒന്ന് തന്നെയായിരുന്നു രാജൻ. മഹാറാണിക്ക് വ്യാധിയല്ല, ആദി കൊണ്ടുള്ള വിഭ്രമമെന്നാണ്. എല്ലാ ഭിഷകരന്മാരോടും കൂടുതൽ ശ്രദ്ധ ആവശ്യപ്പെടണം ഗണനാഥ. യുവരാജനായ അശ്വരൂപന്റെ വരവ് പ്രതീക്ഷിച്ചാണ് നാം പുലർച്ചെ തന്നെ എത്തിയത്. പക്ഷേ നിരാശ നിഴലിക്കുന്ന അങ്ങയുടെ മുഖം ദർശിക്കുമ്പോൾ അടിയന്റെ ഈ പാഴ്മനസ്സും അസ്വസ്ഥമാകുന്നു പ്രഭു. അശ്വരൂപ യുവരാജാവ് എഴുന്നള്ളുന്നു. പ്രണാമം ജ്യേഷ്ഠ. ദിനവും നാഴികയും ഏറിയെങ്കിലും ലക്ഷ്യം പൂർത്തീകരിച്ച് മടങ്ങാൻ കൈലാസനാഥൻ തുണയുണ്ടായിരുന്നു. ഗുരുതുല്യനായ ഗണനാഥ, ഈ ദിവ്യതീർത്ഥം അങ്ങയുടെ കരങ്ങളാൽ ആവരുത് മഹാറാണിക്ക് നൽകേണ്ടത്. ധന്വന്തരി മൂർത്തിയെ ഉപാസിക്കുന്ന ഒരു ബാലികയെ കണ്ടെത്തി ആ കുഞ്ഞു കരങ്ങളാലാകണം റാണി തീർത്ഥം സേവിക്കേണ്ടത്. മാത്രവുമല്ല, അന്തഃപുരത്തിലല്ല, നർത്തനശാലയിലായിരിക്കണം ഔഷധ സമർപ്പണം. അടിയൻ ജ്യേഷ്ഠ, കാവേരിപ്പുഴ മുറിച്ചു കിടന്ന് പെരുമാൾപുരത്ത് പ്രവേശിച്ച നമുക്ക് കാഴ്ചകളൊക്കെയും അവിശ്വസനീയമായിരുന്നു. വിശദീകരണങ്ങൾ ഏറെയില്ലാതെ വ്യക്തമാക്കൂ. പെരുമാൾപുരത്തെ മാനവരാരും എന്നെ തിരിച്ചറിഞ്ഞില്ല. നാം കണ്ടെത്തിയ വൈദ്യശിരോമണികളും ചികിത്സകരും റാണിയുടെ അവസ്ഥ കേട്ട് മനസ്സിലാക്കി പറഞ്ഞത് ഇത് വ്യാധിയല്ല, മഹാറാണിയുടെ ആദി മാത്രമായിരുന്നു എന്ന്. അനുജ, വർദ്ധിച്ചു വരുന്ന ആദിയുടെ പരിണത ഫലം റാണിയുടെ മാനസിക നില തകരാറിലാകും എന്ന ചികിത്സകരുടെ ഉപദേശം അശ്വരൂപനെ ആദ്യമായ ഒരു കള്ളത്തിന് പ്രേരിപ്പിച്ചു ജ്യേഷ്ഠ. കള്ളമോ? അതെ, കള്ളം. ഔഷധമോ ലേപനമോ ലഭിക്കാതെ പെരുമാൾപുരത്തു നിന്നുള്ള മടക്കയാത്രയിൽ തോണിയും കുതിരയും നമുക്ക് നഷ്ടമായി. എന്ത് നഷ്ടമായെന്നു? നഗ്നപാതനായി പുഴയോരത്ത് ഇനി എന്ത് എന്ന ചിന്തയിൽ നിൽക്കുമ്പോഴാണ് ഒരു പോം വഴി നമ്മുടെ മനസ്സിലുദിച്ചത്. അശ്വരൂപ, നമുക്കൊന്നും വ്യക്തമാകുന്നില്ല. പിതൃതുല്യനായ ജ്യേഷ്ഠൻ അവിവേകമാണെങ്കിൽ എന്നോട് പൊറുക്കണം. ധന്വന്തരി മൂർത്തിയെ മനസ്സിൽ ധ്യാനിച്ച് ഔഷധത്തിനായി കയ്യിൽ കരുതിയിരുന്ന കമണ്ടലുവിൽ കാവേരിപ്പുഴയിൽ നിന്ന് ഞാൻ കോരിയെടുത്തതാണ് ആ ഔഷധ തീർത്ഥം. അപ്പോ ഔഷധം? അതെ, ഔഷധമൂല്യമേറിയ നിരവധി സസ്യങ്ങളുടെ പരിലാളനമേറ്റ് ഒഴുകിയെത്തുന്ന നമ്മുടെ കാവേരിപ്പുഴയിലെ തെളിനീര്. ജ്യേഷ്ഠ, ഔഷധമില്ലാതെ നാം എങ്ങനെ? ശുദ്ധതയുടെയും കളങ്കമറ്റ സ്നേഹത്തിന്റെയും പ്രതീകമായ എന്റെ പ്രിയ അനുജന്റെ ഔഷധ തീർത്ഥത്തിന് വൈദ്യനാഥൻ സാക്ഷാൽ ശിവപെരുമാൾ
ഫലസിദ്ധിയേകും. ഉറപ്പ് ജ്യേഷ്ഠാ, എന്ത്? ക്രമമല്ലാത്ത നെഞ്ചെടുപ്പുകൾ നമ്മുടെ കാതിൽ വന്ന് അലയ്ക്കുന്നു. നമ്മുടെ ആശ്ലേഷത്തിന്റെ നിമിഷങ്ങളിൽ ഭയം എന്തിനാ അനുജ? അശ്വവും തോണിയും നഷ്ടമായ എനിക്ക് അതോടൊപ്പം അഭിമാനവും എന്നേക്കുമായി നഷ്ടമായി ജ്യേഷ്ഠ. വർണ്ണനകളില്ലാതെ സംഭവിച്ചത് എന്താണെന്ന് പറയൂ അനുജ. നിരാശയേറിയ ആ യാത്രയിൽ ഒരാൾ മാത്രം നമ്മെ തിരിച്ചറിഞ്ഞു. പെരുമാൾപുരത്തിന്റെ പ്രധാന സേവകൻ കുശലൻ. ആദ്യം നമ്മോട് കലഹത്തിനൊരുങ്ങിയ കുശലൻ ആഗമനോദ്ദേശം വ്യക്തമായതോടെ സംശയങ്ങൾ മാറി. എന്നാൽ പിന്നീടുള്ള കുശലന്റെ വാക്കുകളിൽ രേവമ്മയോടുള്ള അതൃപ്തിയുടെ സ്വരം ഞാൻ തിരിച്ചറിഞ്ഞു. ചണ്ഡികാ മാതാവിനെ ഉപാസിക്കുന്ന രേവമ്മയുടെ കൈവശം സകല രോഗങ്ങൾക്കും ഔഷധമുണ്ടെന്ന കുശലന്റെ മൊഴികൾ വിശ്വസിച്ചു. അവിടുത്തെ കളരിത്തറയിലേക്ക് കുശലനാണ് നമ്മൾ ക്ഷണിച്ചതും രേവമ്മയുമായി സമാഗമം നിശ്ചയിച്ചതും. പിന്നെന്ത് സംഭവിച്ചു? അനുവാദമില്ലാതെ അതിർത്തി കടന്നതിനും ക്ഷണമില്ലാതെ കളരിത്തറയിൽ പ്രവേശിച്ചതിനും അവൾ അപമാനത്തിന്റെ ശരമാരി ചൊരിഞ്ഞു. ഹീനമായ വാക്കുകളാൽ മഹോദയപുരത്തെ അട്ടഹസിച്ചു. അലങ്കാരത്തിനാണോ നീ ഉടവാൾ ധരിച്ചിരിക്കുന്നത്? അരിഞ്ഞു വീഴ്ത്താമായിരുന്നില്ലേ? ആയുധമില്ലാതാകണം കളരിയിലേക്കുള്ള പ്രവേശനമെന്ന് കുശലന്റെ നിർദ്ദേശമുണ്ടായിരുന്നു. ഈ അശ്വരൂപന്റെ എതിർപ്പുകളുടെ ആക്രോശത്തിന് രേവമ്മയുടെ മറുപടി നമ്മുടെ കുതിരയെ നിഗ്രഹിച്ചായിരുന്നു. ഏയ്, നിർത്ത്! അപമാനഭാരത്താൽ ശിരസ് കുനിയുന്നില്ലേ അശ്വരൂപ നിനക്ക്? രാജധർമ്മത്തെ അപമാനിച്ചു അയച്ച പെരുമാൾപുരത്തെ പെൺകോയ്മയെ അനുസരിക്കാൻ ഒരു നിമിഷം നമുക്ക് കഴിയില്ല. വർഷപാതത്തിൽ കുതിച്ചൊഴുകിയ പഴയ ഉദയപുരത്തെ ഇപ്പോൾ പെരുമാൾപുരമായി പ്രഖ്യാപിച്ച് പടുത്തുയർത്തിയ ആ പെൺബുദ്ധിയോട് ഒരിക്കലും സന്ധിയില്ല. യുദ്ധമാണ്, അനിവാര്യമായ ധർമ്മയുദ്ധം. വേട്ടയും അജമാംസവും സോമരസവും മാത്രമാകരുത് ഒരു യുവാവിന്റെ ലഹരി. അധികാരം, അതെ, അധികാരമാകണം ലക്ഷ്യം. മതി, ഇനി പറയേണ്ടതില്ല. ഇനിയുള്ള ഭാവിയിൽ ചടുലമായ നീക്കങ്ങളും ഉചിതമായ തീരുമാനങ്ങളുമാണ് നിനക്ക് വേണ്ടത്. ഏകാംഗ സൈന്യമായ ഏകജാതന് നായാട്ടു സമയത്ത് മൃഗവേട്ടകൾ പോലും യുദ്ധസമാനമാണ്. അനുസരണം മറന്നു തുടങ്ങിയ മനസ്സിലിപ്പോൾ അധികാരത്തിന്റെ ചെങ്കോൽ മാത്രമാണ്. ആത്മവിശ്വാസം അഹങ്കാരമായി വളർന്നാൽ ആപത്തുകൾ തൊട്ടടുത്ത് വന്ന് പല്ലിളിച്ചു തുടങ്ങും. കാടിളക്കി വന്ന ഏകജാതനോട് രാഗിമിനുക്കിയ വാക്കുകൾ വേണ്ട പിതാവേ. നാട്ടിലൊരു മാൻപേട വന്നു ചേർന്ന സന്തോഷമുണ്ടെനിക്ക്. ശ്രാവണി എന്ന മാൻപേട. വേണ്ട, വേട്ടമൃഗത്തെ പോലെ ശ്രാവണിയിലായിരിക്കരുത് നിന്റെ ശ്രദ്ധ. പെരുമാൾപുരത്തിന്റെ രാജസിംഹാസനം, അത് മാത്രമായിരിക്കണം ലക്ഷ്യം. മാർഗം ലക്ഷ്യത്തെ സാധൂകരിക്കുമെങ്കിൽ ഏകജാതന്റെ ശ്രദ്ധയിൽ ശ്രാവണി എന്ന മാൻപേടയും ഉണ്ടായിരിക്കും. നമുക്ക് ചേരാത്ത ചിന്തകൾ വേണ്ട മകനെ, നീ പോയി വിശ്രമിക്ക. പെൺമാനസങ്ങളിൽ ഉടക്കി ലക്ഷ്യം വഴിമാറിപ്പോണ്ട. മതി മതി, പിതാവ് ചെല്ല്. പെരുമാൾപുരത്തിന്റെ രഹസ്യങ്ങളുടെ താക്കോൽ തിരഞ്ഞുപിടിച്ച് നമ്മെ ഏൽപ്പിക്കുക. ചെല്ല് പിതാവേ. പെരുമാൾപുരം കൊട്ടാരത്തിന് ഇത് ആഘോഷത്തിന്റെ ദിനങ്ങളാണ്. രാജസഭയിൽ പുതിയൊരു തൽപ്പം ഒരുങ്ങുന്നുണ്ട്. രേവമ്മയുടെ മകൾ ശ്രാവണിയെ ഭരണാധികാരത്തിലേക്ക് കുടിയിരുത്താനുള്ള പുതിയ തൽപ്പം. ചെറുസിംഹാസനം അനുവദിക്കില്ല നാം. ഇനി ഏറെ ഒന്നും അനുവദിക്കില്ല ഈ കുശലൻ. അനുവദിക്കരുത്.
അധികാരമെന്ന അമൃത് നുണയാൻ ഇനിയൊരു പെൺമനസ്സിനെയും അനുവദിക്കരുത്. രേവമ്മയുടെ പിൻഗാമിയായി ശ്രാവണിയാകരുത്. പകരം ഈ ഏകജാതനായിരിക്കണം. ഏകജാത, സന്തോഷത്തിന്റെ പൊട്ടിച്ചിരി ദർശിച്ചു തന്നെ കുശലന്റെ ഗൃഹത്തിൽ പ്രവേശിക്കാനായതിൽ ഈ ശ്രാവണിക്കും സന്തോഷം. പ്രണാമം ഏകജാത. ശ്രാവണി, പ്രണാമം. ചെറുബാല്യത്തിൽ പോലും കണ്ടു പരിചയമില്ലാത്ത ഏകജാതനെ തിരിച്ചറിഞ്ഞതിനും സേവകരുടെ അകമ്പടിയില്ലാതെ നമ്മുടെ ഗൃഹത്തിൽ വന്നു ചേർന്നതിനും ആത്മപ്രണാമം. പ്രധാന സേവകനും പിതൃതുല്യനുമായ കുശലന്റെ വാസമന്ദിരത്തിൽ ഈ ശ്രാവണിക്ക് വന്നു ചേരാൻ സേവകരുടെ അകമ്പടി ആവശ്യമില്ല ഏകജാത. ആവശ്യമുണ്ട് ശ്രാവണി. കുശലന്റെ മാത്രമല്ല, ഈ ഏകജാതന്റെ വസതി കൂടിയാണ്. ആയതിനാൽ ഇവിടേക്ക് അനുവാദമില്ലാതെ കടന്നു വരുന്നവർ അപൂർവമാണ്. എന്നാൽ ഈ നിമിഷം മുതൽ ആ അപൂർവം ചിലരിൽ ശ്രാവണി എന്ന നാമം കൂടി നാം പരിഗണിച്ചിരിക്കുന്നു. സന്തോഷം. ആദ്യ സമാഗമത്തിൽ തന്നെ ആ സവിശേഷ പരിഗണന കൽപ്പിച്ചു നൽകിയതിന്റെ കാരണം കൂടി വ്യക്തമാക്കൂ. ഒരു നാടും നഗരവും അലങ്കാര തൊങ്ങലുകൾ ചാർത്തി അഭിഷേകം ചെയ്ത് ആനയിച്ച പെരുമാൾപുരത്തിന്റെ പെൺസന്തതിയെ ഈ ഏകജാതനും ആവശ്യമുണ്ട് ശ്രാവണി. എന്ത്? ഏകജാതന് നമ്മെ ആവശ്യമുണ്ടെന്നോ? മനസ്സിലായില്ല. യോദ്ധാവായ യുവാവിന്റെ സവിശേഷമായ പരിഗണനയുടെ അർത്ഥം കാലം ശ്രാവണിക്ക് മനസ്സിലാക്കി തരും. അനിവാര്യമായ കാലത്തിന്റെ മറുപടിയാകും അത്. ഏറെ നാളുകളായി ഈ പെരുമാൾപുരത്തിന്റെ സ്പന്ദനങ്ങളെ ശ്രാവണി തൊട്ടറിഞ്ഞിട്ട് നാളുകൾക്ക് ശേഷമുള്ള ഈ മടങ്ങിവരവിൽ നാട് കാണാൻ ഇറങ്ങിയതാണ് നാം. അതിനിടയിൽ ഈ ആദ്യ പരിചയത്തിൽ തന്നെ ആശങ്ക നിറയുമ്പോൾ മനസ്സ് അസ്വസ്ഥമാകുന്നു. അസ്വസ്ഥത എന്തിന് ശ്രാവണി? നിരർഥകമായ ആശങ്കകളും വേണ്ട. ഒരേ രാജ്യത്തിന്റെ യുവരക്തങ്ങളായ നമുക്കിടയിൽ ശത്രുതയും പാടില്ല. പകരം നിറഞ്ഞ സ്നേഹം വിടരണം. ആയോധനങ്ങളിൽ അഗ്രഗണ്യനായ ഈ ഏകജാതനൊപ്പം അറിവും വിവേകവുമുള്ള ശ്രാവണി കൂടി ചേരുമ്പോൾ അനർഘ നിമിഷങ്ങൾ പിറക്കും. പവിത്രമായ അർദ്ധനാരീശ്വര സങ്കല്പം പോലെ. നിർത്ത്. ഇങ്ങനെയുമുണ്ടോ കാമനകൾ? ഉചിതമല്ലാത്ത ഉദാഹരണങ്ങൾ വേണ്ട. ഉപചാരങ്ങളും കുശലങ്ങളും മാത്രം പ്രതീക്ഷിച്ച നമുക്ക് പ്രണയം തുളുമ്പുന്ന വാക്കുകളോട് താല്പര്യമില്ല ഏകജാത. മധുരം തുളുമ്പുന്ന വാക്കുകളുമായി പെൺമാനസങ്ങളുടെ പ്രിയങ്കരനാവാൻ ഏകജാതന് ശീലമില്ല ശ്രാവണി. നെഞ്ചുറപ്പുള്ള ഈ യോദ്ധാവിന് പരിച പോലെ മറച്ചു പിടിക്കാൻ മനസ്സിൽ കള്ളങ്ങളുമില്ല. ഒന്നുറപ്പാണ്, വിജയത്തിലേക്കുള്ള ഏകജാതന്റെ വഴിയിൽ വെളിച്ചമായി നിറയാൻ ശ്രാവണിക്ക് കഴിയും. ദേവമ്മ എന്ന എന്റെ മാതാവിന്റെ രാജനീതിയുടെ മാർഗങ്ങളിൽ നിന്ന് അണുമാത്ര വ്യതിചലിക്കില്ല ഈ മകൾ. ശരികളുടെ വഴിയിൽ മാത്രമായിരിക്കും എന്റെ സഞ്ചാരം. ഏകജാത, മിത്രമെന്ന് കരുതി പടിയിറങ്ങുകയാണ് ശ്രാവണി. മിത്രമെന്ന കരുതലിൽ നിന്ന് സ്വന്തമെന്ന ബോധ്യത്തിലേക്ക് ഇനി ചെറു ദൂരം മാത്രം. അതെ, വേട്ട കഴിഞ്ഞെത്തിയ ഏകജാതന് നേട്ടമായത് നിന്നെയാണ്. നിന്നെ, ശ്രാവണിയെയാണ്. കാനനത്തിന് നടുവിലെ കാട്ടുചോല പോലൊരു പെണ്ണ്, തളർനാമ്പ് തിരയുന്ന പേടമാൻ പോലൊരു പെണ്ണ്. ഇങ്ങനെയുണ്ടോ മനസ്സ്? കീഴടക്കി വിജയിച്ച് ശീലിച്ചവൻ കീഴടങ്ങിപ്പോകുന്ന നിമിഷങ്ങൾ. കാലമേ, നീ ഒരു ഗാനമായി പടരൂ.
സദാ നിശാനിലാവേ പ്രിയരൂപിണി ഒരേ സുധാപ്രവാഹം താരങ്ങൾ കൺചിമ്മി കളിച്ചിരി കൈമാറും നേരത്ത് നാം ഒരു പ്രേമത്തിൻ സല്ലാപ വഴിയരികെ രാവേറും യാമത്തിലൊരു കിളിപ്പാടും നീ ഉന്മാദമൊരു വരിച്ചൂടും നീ രാക്കാറ്റുമൊരു ചിരിയാ നീയും ഞാനും മോഹത്തേരിൽ ദൂരെ പോകും യാമം നീളെ കൊഞ്ചിപ്പാടിടും നിതാഗാനം നീ ഒരു മോഹിനി സദാ നിശാനിലാവേ പ്രിയരൂപിണി ഒരേ സുധാ പ്രവാഹം തേൻചോരും ഒരു കനി കഴിഞ്ഞിട്ടും നേരത്തു നീ കണി സ്നേഹത്തിൻ മന്ദാരമലരിതള നീകും മോഹത്തിനിടവഴി പൂമൂടും രാഗത്തിനലയൊലി തേടും നീ ഈ ജന്മമൊരു കതിരാ നീയും ഞാനും ചേരും നേരം നാണിക്കുന്നേ നീളും രാവും സ്നേഹം തുള്ളും നെഞ്ചിന്നോരം ഒരു മോഹിനി സദാ നിശാനിലാവേ പ്രിയരൂപിണി ഒരേ സുധാ പ്രവാഹം പനിമതിയുടെ തേനിലാവ് പോൽ പരിചിതമൊരു രാഗഭാവമേ അഴകൊഴുകിയ ഗാനമായി വരുമോ നീ പനിമതിയുടെ തേനിലാവ് പോൽ പരിചിതമൊരു രാഗഭാവമേ അഴകൊഴുകിയ ഗാനമായി വരുമോ ഏകജാത, പിതാവായിരുന്നു. കാപട്യം ചാലിച്ച മൊഴികളുമായി ഇവിടെ വന്നു മടങ്ങിയ പെരുമാൾപുരം കൊട്ടാരത്തിലെ പെൺസന്തതി നിനക്ക് ചേർന്നതല്ല ഏകജാത. നിനക്കത് ശാപമായി മാറും. ശാപമോ? ഒരു പുത്രന്റെ സ്വകാര്യതയുടെ മേൽ ഒളിഞ്ഞു നോട്ടങ്ങളും ഉപദേശങ്ങളുമായി ഇനി കടന്നു വന്നാൽ പിതാവാണെങ്കിൽ കൂടി അനുവദിക്കില്ല ഈ ഏകജാതൻ. പിതൃഘാതകനാകാനും ഈ ഏകജാതൻ മോട്ടിക്കില്ല. ഏകജാത, അതെ, ആർത്തി പിടിച്ച വിജയതൃഷ്ണയിൽ ആനന്ദവും വേണം എനിക്ക്.
ആരുടെയും ഔദാര്യമല്ല ഈ ഏകജാതന്റെ ജീവിതം. അവകാശബോധത്തോടെ കൺമുൻപിലുള്ള സൗഭാഗ്യങ്ങളെല്ലാം നാം സ്വന്തമാക്കും. അതിനിടയിൽ നുള്ളി നോവിക്കാൻ ശ്രമിക്കുന്ന ജന്മങ്ങളെപ്പോലും അവശേഷിപ്പിക്കില്ല ഏകജാതൻ. തായ്വേരും തലയും അറുത്തെറിയും നാം. ശ്രാവണി, വേണ്ട മകളെ, പുഴയിൽ ഇറങ്ങേണ്ട. ഇന്നത്തെ സന്ധ്യാവന്ദനം കാവേരിയുടെ പടവിലാകാമെന്ന് നടിച്ചാണ് ഞാൻ ഇറങ്ങിയത്. ജലം കോരിയെടുത്തതേ കൈ വിറച്ചു. അസ്തമനത്തിന് ശേഷം തണുത്തു ശാന്തമായി ഒഴുകുന്ന കാവേരി ജലത്തിന് ഇന്ന് വല്ലാത്ത ചൂട്. അറിവും ബുദ്ധിയും ഏറെയുള്ള നിന്റെ വാക്കുകളിലെ സൂചന നമുക്ക് വ്യക്തമാവുന്നില്ല. തുറന്നു പറയൂ. പടവിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ഉള്ള മാതാവിന്റെ പിൻവിളിയിലും ഹൃദയം ഒന്ന് പിടഞ്ഞു. ആശങ്കകൾ സമ്മാനിക്കാതെ കാരണം വ്യക്തമാക്കൂ മകളെ. അടയാളങ്ങൾ വ്യക്തതയുടെ ചുരുൾ നിവർത്തുന്നില്ല മാതാവേ. നാം ജാഗരൂകരായിരിക്കണം. സൂചനകളുടെ ഫലശ്രുതി അതുമാത്രമാണ്. ആരോ വരുന്നുണ്ട്. നമുക്കല്പം മാറി നിൽക്കാം. ഇരുളിന്റെ മറപറ്റി ഭാണ്ഡവുമായി എന്തിനാണ് ഇവിടെ എത്തിയത്? ഒരു കള്ളനെ പോലെ പാത്തും പതുങ്ങിയും പറയാൻ. അത് പിന്നെ ഞാൻ വാക്കുകൾക്കായി പോലും തപ്പി തടയുന്നു കുശലൻ. അത് തന്നെ കാപട്യത്തിന്റെ ആദ്യ ലക്ഷണമാണ്. കൊട്ടാരത്തിൽ നിങ്ങളെ ഇരുവരെയും കാണാതെ വന്നപ്പോ സേവക പ്രധാനിയായ ഞാൻ അന്വേഷിച്ചിറങ്ങിയതാണ്. അതെന്റെ കടമയല്ലേ മോളെ? കുശാഗ്രബുദ്ധി കൊണ്ട് മെനയുന്ന നുണകളും ആൺവർഗത്തിന്റെ സാമർഥ്യവും മാറ്റിവെച്ച് ഈ കാവേരി പുഴയോരത്ത് വന്നതിന്റെ കാരണം വ്യക്തമാക്കിയേ മതിയാവൂ കുശലൻ. ഞാൻ പറഞ്ഞല്ലോ കാരണം. നിൽക്കവിടെ. തോളിലെ ഭാണ്ഡം തുറന്ന് ഉള്ളറകളിൽ എന്തെന്ന് കാണിക്ക്. രാത്രി ഉറക്കം തീരെ കുറഞ്ഞ ഈ വൃദ്ധന് പുലരി വരെ തള്ളി നീക്കാനുള്ള ഉപായം മാത്രമാണ് ഭാണ്ഡത്തിൽ. ശ്രാവണി, കുശലന്റെ ഭാണ്ഡത്തിന്റെ കെട്ടഴിക്കൂ. കെട്ടഴിഞ്ഞു പോയ ജീവിതത്തിന്റെ അവസാന നാളുകളെങ്കിലും നാമജപത്തിനും നന്മകൾക്കുമായി മാറ്റിവെച്ചുകൂടെ കുശല? പിതൃതുല്യനെന്ന് കരുതി ബഹുമാനം തന്നിരുന്ന ശ്രാവണിയുടെ കരങ്ങൾ ഇപ്പോ കള്ളത്തരങ്ങളുടെ കെട്ടഴിക്കാൻ തുനിയുകയാണ്. കാവേരിപ്പുഴയിൽ പരിചിതമല്ലാത്ത ഒരു തോണി വരുന്നുണ്ടല്ലോ. അതെ, അതിൽ മഹോദയപുരത്തിന്റെ കൊടിയടയാളമാണല്ലോ കാണുന്നത്. അമ്മേ, ഇതിലെന്തോ ചതി ഒളിഞ്ഞിരിപ്പുണ്ട്. മാതുലനെ പോലെ കരുതി പെരുമാൾപുരത്തിന്റെ പ്രധാന സേവകൻ എന്ന പദവി നൽകി കൂടെ നിർത്തിയ നമ്മോടും പെരുമാൾപുരത്തോടും കൊടിയ വഞ്ചന കാണിച്ചിരിക്കുന്നു. രാജ്യരഹസ്യങ്ങൾ ഉൾപ്പെടെ പുഴ കടത്താൻ വന്ന തോണിക്ക് പിന്നിലെ കൗശലവും നിന്റേത് തന്നെ. അല്ല അല്ല, നമുക്കൊന്നും അറിയില്ല.
നന്ദികേടിന്റെ പര്യായമായ കുശലൻ എന്ന മൃഗമേ, നിമിഷാർത്ഥം പോലും വേണ്ടായിരുന്നു ഈ രേവമ്മയ്ക്ക് നിന്റെ ശിരസറുത്തു മരണത്തിന് എറിഞ്ഞു കൊടുക്കാൻ. പക്ഷേ വിചാരണയേറെയില്ലാത്ത ഈ വിധി നടപ്പാക്കും മുമ്പ് ചിലതെനിക്ക് മാലോകരെ അറിയിക്കേണ്ടതുണ്ട്. തടവറയിൽ മരണവിധി കാത്തു കഴിയുമ്പോഴും അണപ്പല്ല് ഞെരിക്കുന്ന കുശലന്റെ മനസ്സിലെ പ്രതികാര ബുദ്ധി പർവ്വത സമാനമാണ്. നൊടിയിടയിൽ തീരുന്ന മരണമായിരിക്കില്ല നിനക്ക് വിധിക്കുന്നത്. തിളയ്ക്കുന്ന യൗവനത്തിൽ പോലും നിന്റെ പിതാവിന്റെ നിഴലായി മാത്രം ജീവിച്ച കുശലനും വേണമായിരുന്നു ചത്തൊടുങ്ങും മുമ്പ് ഒരു വിജയം. മതിശുനകനെ പോലെ കുരച്ചത് മഹോദയപുരത്തിന്റെ സൈന്യാധിപനോടാണ് ഈ ചോദ്യം. ഇരുളിന്റെ മറപറ്റി നീ എന്തിനീ പെരുമാൾപുരത്ത് വന്നു? ആരുടെ ക്ഷണമനുസരിച്ചാണ് അതിർത്തി ലംഘിച്ച് തോണിയിൽ ഈ നാട്ടിലെത്തിയത്? ഈ പെരുമാൾപുരത്ത് ഔഷധത്തിനായി വന്ന അപമാനിതനായി മടങ്ങിയ ഞങ്ങളുടെ അശ്വരൂപ യുവരാജാവിന്റെ കഥ രാജ്യത്തിലെ സകല പുരുഷ പ്രജകളും ഏറ്റെടുത്തു കഴിഞ്ഞു. നിങ്ങളുടെ അഹന്തയുടെയും അധികാര ഗർഭിന്റെയും മുനയൊടിക്കാൻ തയ്യാറായി നിന്ന സൈന്യത്തിന് ഇങ്ങോട്ടുള്ള വഴിയൊരുക്കിയത് ഈ കുശലനാണ്. നന്ദിയുടെ കാണിക പോലും അവശേഷിക്കാത്ത ഭീരു, മാപ്പുസാക്ഷിയായി മടങ്ങാൻ കൊതിക്കുന്ന നീ ഒരു പുരുഷനാണോ? പിറന്ന നാടിന്റെ രഹസ്യങ്ങളെ, ഖജനാവിന്റെ മൂല്യങ്ങളെ, മഹത്തുക്കൾ പകർന്നു തന്ന താളിയോലകളെ ഭാണ്ഡത്തിലാക്കി ശത്രുരാജ്യത്തിന് സമ്മാനിക്കുന്നതാണോ പൗരുഷം? പറയണോ? ചതിയുടെയും വഞ്ചനയുടെയും പ്രതീകങ്ങളായ ഈ നരാധമന്മാർ ഇനി വിചാരണ അർഹിക്കുന്നില്ല. ശിക്ഷ നടപ്പാക്കി മരണത്തിൽ എറിയണം ഇവരെ. മരണശിക്ഷ വിധിക്കരുതേ റാണി, മാപ്പ് തരണം. പ്രതികാരം മനസ്സിൽ നിറച്ച നമ്മെ അതിവേഗം ഈ തടവറയിലേക്ക് എത്തിച്ചത് ചതിയനായ ഈ കുശലനാണ്. മാപ്പ് തരണം. പ്രതികാരം മനസ്സിൽ സൂക്ഷിച്ച നിനക്കും ഒരു പുരുഷായുസോളം വന്യമായ പ്രതികാരാഗ്നിയുമായി നമ്മെ കബളിപ്പിച്ച കുശലനും ശ്രദ്ധിച്ചു കേൾക്കണം. സർവാധികാരം പുരുഷന്റെ മാത്രം കുത്തകയെന്ന് സ്വയം വിശ്വസിച്ച് ജീവിക്കുന്ന നിങ്ങൾക്ക് പെണ്ണുടലുകൾ വെറും ഭോഗവസ്തുക്കൾ മാത്രമാണ്. സ്ത്രീത്വം നിത്യവും അവഗണനയും അപമാനവും അനുഭവിച്ച് നീറിയൊടുങ്ങാനുള്ള പാഴ്ജന്മങ്ങൾ മാത്രമാണ്. ആണഹന്തയുടെ ഹീനജന്മങ്ങൾ ഇനിയും ഈ പെരുമാൾപുരത്ത് പെരുകാതിരിക്കാൻ ദേവമേത ശിക്ഷ വിധിക്കുന്നു. രാജ്യസുരക്ഷ പോലും വെല്ലുവിളിച്ച് അതിർത്തി കടന്ന് ഈ രാജ്യത്തിന്റെ അമൂല്യമായ സമ്പത്ത് കടത്തുവാൻ ശ്രമിച്ച മഹോദയപുരത്തിന്റെ സൈന്യാധിപനെ മരണം വരെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നു. നടക്കുമ്പോഴും ഉള്ളിൽ ഉറഞ്ഞുപോയ പ്രതികാരത്തിന്റെ കനലൂതി കത്തിച്ച് നമുക്കെതിരെ ഏകജാതൻ എന്ന ഏകാംഗ സൈന്യം നീ പടുത്തുയർത്തി. ഇപ്പോഴിതാ ഗ്രന്ഥങ്ങളും താളിയോലകളും അടക്കം രാജ്യസുരക്ഷയുടെ സകല മൂല്യങ്ങളെയും കളവിന്റെ ഭാണ്ഡത്തിലാക്കി ഈ ശത്രുവിന്റെ മുന്നിൽ സമർപ്പിക്കാൻ തയ്യാറായി. പക്ഷേ നിനക്ക് തൂക്കുമരം വിധിക്കില്ല ഈ രേവമ്മ. പകരം നാഡീഞരമ്പുകളും കശേരുക്കളും നട്ടലും മലിനമായ നിന്റെ ഹൃദയവും ഉൾപ്പെടെ നുറുങ്ങി പൊടിഞ്ഞാവണം നിന്റെ മരണം. ഈ പെരുമാൾപുരത്തിന്റെ പൗരജനങ്ങൾ കാണണം നിന്റെ ഇഞ്ചിഞ്ചായുള്ള പടുമരണം. ഹരിണിയും മണിദീപികയും അടക്കമുള്ള ചാവേറുകൾ നാട്ടുകൂട്ടത്തിന് നടുവിൽ വെച്ച് ബന്ധനസ്ഥനായ നിന്നെ ഇരുവശത്തേക്കും വലിച്ചു കീറും. അങ്ങനെ കുശലൻ എന്ന ഹീന ജന്മം പിടഞ്ഞൊടുങ്ങും. ആ കാഴ്ച കാണാൻ ഈ രേവമ്മയും ഉണ്ടാകും. അതായിരിക്കും കുശലന്റെ വിധി.
ത്രിസന്ധിയാകാൻ വിനാഴിക മാത്രം അവശേഷിക്കുന്നു. വിധി നടപ്പാക്കാൻ സർവസജ്ജമല്ലേ? പെരുമ്പറ മുഴങ്ങുന്നത് പോലെ നിന്റെ ഹൃദയമിടിപ്പുകൾ രേവമ്മയുടെ കാതുകളിൽ പതിയുന്നുണ്ട്. സൈന്യാധിപ, ഇത് നീ ഇരന്നു വാങ്ങിയതാണ്. ഇല്ല, മനസ്സുകൊണ്ട് പോലും കീഴടങ്ങാൻ തയ്യാറല്ല നാം. മരണം കൊണ്ടുപോലും വഴങ്ങാത്ത ഹീനജന്മം ഇനിയുമുണ്ട് ബാക്കി. കുശലൻ, നേരുകളെ ചതികൊണ്ട് നേരിടാൻ ഉറച്ച വഞ്ചകൻ, പെരുമാൾപുരത്തിന്റെ ഒറ്റുകാരൻ. കുടിലത നിറഞ്ഞ കുശലന്റെ മരണവും നമ്മുടെ സാന്നിധ്യത്തിലാകണം. ശിക്ഷ നടപ്പാക്കൂ. ചതിയുടെ മൂർത്തിരൂപമായ കുശലൻ ഇവിടെ ഒടുങ്ങട്ടെ. സത്യമായതൊക്കെയും നിലനിർത്തുന്ന ചണ്ഡികാ മാതാവേ, ഒരിക്കലും നല്ലതും നന്മയും തെളിയാത്ത രണ്ടുടലുകളെ മരണത്തിന് കൈനീട്ടം കൊടുത്തു ഈ രേവമ്മ. അമ്മേ, അധർമ്മത്തിനെതിരെ ധർമ്മം പുലരുവാൻ ചണ്ഡികാ മാതാവും ത്രിശൂലധാരിയായി അവതരിച്ചിട്ടുള്ളതല്ലേ? മറവിയുടെ ചെപ്പിലേക്ക് ചേർത്തടയ്ക്കുന്നു ഈ നിമിഷങ്ങളെ. അമ്മേ, മഹാമായേ, ദേവി ചണ്ഡികേ. ഏകജാത, പറയൂ കനകാംഗി. അല്ല, ഒരു സംശയം. സ്വന്തം പിതാവിന്റെ ബലികർമ്മങ്ങളും ചിതാഭസ്മ നിമഞ്ജനവുമല്ലേ ഒരു മകൻ ചെയ്യേണ്ടതുള്ളൂ? കനകാംഗി എന്താണ് പരസ്പര ബന്ധമില്ലാതെ പുലമ്പുന്നത്? നമുക്ക് മനസ്സിലാകുന്നില്ല. ഈ കനകാംഗി പരസ്പര ബന്ധമുള്ളതേ പറയൂ ഏകജാത. ഉറ്റവരേറെയില്ലാത്ത ഏകജാതന്, മഹാവിജയങ്ങൾ അനുഭവിക്കാത്ത ഏകജാതന് പരാജയപ്പെടാൻ തെല്ലും മനസ്സില്ല കനകാംഗി. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പുലമ്പലുകൾ തെളിച്ചമുള്ളതാകണം. ഏകജാതന്റെ കാതുകളിൽ പതിയുന്നത് സത്യങ്ങളായിരിക്കണം. മുഖവുര ഏറെയില്ലാതെ കനകാംഗി പറയുന്നതൊക്കെയും സത്യങ്ങളായിരിക്കും. ക്ഷമയോടെ കേട്ടതിന് ശേഷമാകണം നിമഞ്ജനവും ശിഷ്ടകർമ്മങ്ങളും. ദുസ്സാഠ്യങ്ങളും അക്ഷമയുമുള്ള നിന്റെ വളർച്ച കണ്ട് ശീലിച്ചതാണ് ഈ കനകാംഗി. അതുകൊണ്ട് മാത്രമാണ് അപ്രിയമെന്നറിയാമെങ്കിലും മനസ്സിൽ സൂക്ഷിച്ചത് പറയാമെന്ന് വെച്ചത്. ഏകജാതൻ എന്ന ഈ ദുശാഠ്യക്കാരന് അപ്രിയമെന്ന് ഉറപ്പുള്ളതാണെങ്കിൽ അനന്തരഫലം എന്തായാലും അനുഭവിച്ചേ തീരൂ. പറയൂ. ആ
അമ്മയുടെ സ്നേഹവും അച്ഛന്റെ കരുതലുമായി കനകാംഗി ഏതിനും എന്തിനും നിഴലായി കൂടെ ഉണ്ടായിരുന്നില്ലേ? മതി. സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും കണക്കുകൾ നിരത്താതെ സ്ഫുടമായി കാര്യങ്ങൾ വ്യക്തമാക്കൂ. വേഗം. അല്ല, രേവമ്മയുടെ ശിക്ഷ ഏറ്റുവാങ്ങി മരണം വരിച്ച കുശലൻ ഏകജാതന്റെ പിതാവല്ല. സത്യമാണ് ഞാൻ പറഞ്ഞത്. വിശ്വസിക്കാനാവുന്നില്ല കനകാംഗി. നീ പറഞ്ഞത് സത്യമല്ലെങ്കിൽ പച്ചക്ക് ചുട്ടരിക്കും ഞാൻ. ആരാണ് കുശലൻ? അല്ലെങ്കിൽ പിന്നെ ആരാണ് എന്റെ പിതാവ്? വരദരാജ പെരുമാൾ, രേവമ്മയുടെ ഭർത്താവ്. നമ്മുടെ കാതുകൾക്ക് കേൾവി നഷ്ടമായിരിക്കുന്നു. സിരാപടലങ്ങൾ വലിഞ്ഞു മുറുകുന്നു. രോമകൂപങ്ങളിൽ രക്തം പൊടിയുന്നു. അപ്പോ ശ്രാവണി നിന്റെ പെങ്ങൾ നീചനായ കുശലൻ പോലും മറച്ചു വച്ച ഈ രഹസ്യം നീ അങ്ങനെ മനസ്സിലാക്കി. ചോദിച്ചത് കേട്ടില്ലേ? കനകാംഗി എങ്ങനെ മനസ്സിലാക്കിയെന്ന? എല്ലാത്തിനും മൂകസാക്ഷിയാണ് ഞാൻ. ഇല്ല, ഉരുക്കഴിച്ച മന്ത്രങ്ങളും ഉപാസനകളും ഏകജാതൻ എന്നേക്കുമായി മറന്നിരിക്കുന്നു. എന്നേക്കുമായി. ഇനിയുള്ള നാൾ വഴികളിൽ ത്രിമൂർത്തികളോ അവതാരങ്ങളോ ദേവാംശമുള്ള ഓർമ്മകൾ പോലും ഉണ്ടാകില്ല ഈ ആവിഹിത സന്തതിക്ക്. ആ പേര് ചൊല്ലി വിളിക്കരുത് തന്നെ. നീചമായ സത്യങ്ങളുടെ മൂടി തുറന്നു വെച്ച കനകാംഗി ശേഷം കൂടി പറഞ്ഞ് അവസാനിപ്പിച്ച് മതിയാകൂ. കേട്ടും മറക്കണം എനിക്ക്, ആർത്തുല്ലസിക്കണം എനിക്ക്, സോമരസത്തിൽ ആറാകണം എനിക്ക്. പേറ്റുനോവിനാൽ കരയുന്ന രേവമ്മയ്ക്കായി സൂതികർമ്മിണിയെ കൊണ്ടുവരാൻ കുശലനെ ഏർപ്പെടുത്തിയ ശേഷം വരദരാജ പെരുമാൾ വന്നെത്തിയത് കുശലന്റെ ഗൃഹത്തിലായിരുന്നു. നിന്റെ പെറ്റമ്മ വർണ്ണമല്ലികയുടെ അറയിലേക്ക്. അവളുടെ ദീനവിലാപം കേട്ട് ഓടിയെത്തിയ എന്നെ ദൃഢഗാത്രനായ വരദരാജൻ ഒറ്റ താടനത്താൽ ബോധരഹിതയാക്കി. മതി മതി. ആവോളമായി കനകാംഗി, സത്യങ്ങളുടെ ഭാണ്ഡം വിഴുപ്പ് പോലെ ഈ നെഞ്ചിലേക്ക് കുടഞ്ഞിട്ട എന്റെ വളർത്തമ്മയായ കനകാംഗിക്ക് ഞാനൊരു പാരിതോഷികം തരുന്നുണ്ട്. മകനെ ഏകജാത, സ്നേഹം നിറഞ്ഞ വിളികളെ കേൾക്കാനുള്ള കാതുകൾ എന്നേക്കുമായി അടഞ്ഞുപോയിരിക്കുന്നു. കാഴ്ച തരുന്ന കൃഷ്ണമണികളിൽ വിഷമുള്ളുകൾ തറഞ്ഞിരിക്കുന്നു. ഉഗ്രവിഷമുള്ള സർപ്പദംശനത്തിൽ പ്രാണന്റെ പാതിയും ഉറഞ്ഞുപോയിരിക്കുന്നു. അയ്യോ അയ്യോ, മനോനില തെറ്റിയോ മകനെ നിനക്ക്? ഈ കനകാംഗിയുടെ തുറന്നു പറച്ചിൽ എന്റെ ഏകജാതന്റെ മനസ്സ്. കനകാംഗിയുടെ വേഷം അവസാനിച്ചിരിക്കുന്നു. ആ അധരങ്ങൾ ഇനി അനക്കമറ്റതാകണം. കാരണം പെരുമാൾപുരത്തിന്റെ പാതയോരങ്ങളിൽ പിതൃശൂന്യനായ ഏകജാതനെന്ന അവിഹിത സന്തതിയുടെ കഥകൾ കറങ്ങി നടക്കരുത്. അതിന് ഈ അവിഹിത സന്തതി അനുവദിക്കില്ല. കനകാംഗിയും ഏകജാതനും മാത്രം അറിയുന്ന ചില സത്യങ്ങൾ ഇതോടെ മണ്ണടിയട്ട്.
ഏറെ അലിവോടെ കനകാംഗി അറിയിച്ചതാണ് എല്ലാം. പക്ഷേ സഹിക്കാനൊരു മനസ്സു വേണ്ട. ആരുമില്ലാത്തവൻ ആഹാരം വിളമ്പിയ കനകാംഗിക്ക് അറിഞ്ഞതൊക്കെ ആത്മാർത്ഥമായും പൊഴിഞ്ഞ വളർത്തമ്മയ്ക്ക് ഈ ഏകജാതന്റെ അന്ത്യചുംബനം. പടർന്ന ഏകജാതന്റെ ഈ കരങ്ങൾക്കിനി വിശ്രമമില്ല. അതെ, ശിഷ്ടായുസ്സിൽ നല്ലതും നന്മയും ആഗ്രഹിക്കാതെ പടയോട്ടം നടത്തും ഈ അവിഹിത സന്തതി. കാലപാശം കയ്യിലേന്തി ജീവനെടുക്കുന്ന കാലപുരിയുടെ യമധർമ്മരാജനാണ് ഇനി എന്റെ ആശ്രയം. അതിനായി തപസ്സാരംഭിക്കും. നമുക്ക് മുന്നിൽ മരണദേവൻ പ്രത്യക്ഷനാകും വരെ ശ്വാസം മാത്രം ആഹരിച്ച് ഈ ഏകജാതൻ തപസ്സൊരുക്കും. അതെ, കൊടും തപസ്. മഹാചണ്ഡികേ, യുദ്ധമോ രക്തച്ചൊരിച്ചിലോ ആഗ്രഹിക്കാത്ത അടിയന്റെ മനസ്സിൽ ദേവി മാത്രമാണ്. അനുഗ്രഹമല്ലാതെ മറ്റൊന്നും വേണ്ട. യുവതിയായും മാതാവായും മഹതിയായും നിറയുന്നവളല്ലേ ദേവി ഓരോ സ്ത്രീ ജന്മവും. എന്നിട്ടും മത്തഗജങ്ങളെ പോലും മര്യാദ പഠിപ്പിക്കുന്ന പെരുമാൾപുരത്തിന്റെ സർവാധികാരി കണ്ണീർ വീഴ്ത്തുന്നു. ചണ്ഡികാ മാതാവിന് മുന്നിൽ കണ്ണീരും സങ്കടവും തുറന്നു കാണിക്കുന്നതിൽ അപമാനം ഏതുമില്ല മകളെ. അമ്മേ, ഭംഗിയില്ലാത്ത ചോദ്യമാണെങ്കിലും അമ്മ കരയുകയോ ദേഷ്യപ്പെടുകയോ അരുത്. തുറന്നു പറയൂ മകളെ, എന്താണ്? പഴങ്കഥയിലെ ഉദയപുരത്ത് നിന്ന് പെരുമാൾപുരമായി അങ്കനാഭരണം ആരംഭിച്ച രേവമ്മ എന്ന പെൺകരുത്ത് അധികാരത്തിന്റെ ഈ സിംഹാസനത്തിൽ ഉറച്ചിരിക്കാൻ എത്ര മാനവരെ കൊന്നൊടുക്കിയിട്ടുണ്ട് മകളെ. നിദ്ര പോലും കൈവിട്ടുപോയ കഴിഞ്ഞ രാത്രി ഈ മകൾക്ക് സമ്മാനിച്ച ചോദ്യമാണിത്. മകളെ, അധികാരത്തിന്റെ തേൻ നുകരാൻ കൊതിച്ചവളല്ല ഈ രേവമ്മ. ശ്രാവണിയുടെ ചോദ്യത്തിന് ഒരൊറ്റ വരിയിൽ മറുപടി നൽകൂ അമ്മേ. എത്ര ഹിംസകൾക്ക് ശേഷമാണ് ഈ സിംഹാസനം ലഭിച്ചത്? ഇല്ല മകളെ, ഇല്ല. ഈ അമ്മയെ വിശ്വസിക്കുക. ഈ കൈകൾ കൊണ്ട് ഒരു ജീവൻ പോലും എടുത്തിട്ടില്ല. സത്യം, ആരെയും നിഗ്രഹിച്ചിട്ടില്ല. അമ്മേ, ഓർമ്മ വെച്ച നാൾ മുതൽ ഈ നിമിഷം വരെ ചണ്ഡികാദേവിയുടെ നാമത്തിൽ ഞാൻ പറയുന്നു, ഒരു മനുഷ്യജീവനും ഞാൻ അപഹരിച്ചിട്ടില്ല, കൊന്നൊടുക്കിയിട്ടില്ല. അമ്മേ, ഇനിയും മകളുടെയും മാലോകരുടെയും നാവിൽ നിന്ന് ശരവർഷം പോലെ ചോദ്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഈ അമ്മ ഒരു കഥ പറയാം. കൗമാരം പടിവാതിക്കൽ മാത്രമെത്തിയ രേവതി എന്ന പെൺകുട്ടി നവരാത്രി മണ്ഡപത്തിൽ നൃത്തം ചെയ്യുന്ന നിമിഷം അംശാധികാരിയായിരുന്ന വരദരാജ പെരുമാളും സംഘവും കാഴ്ചക്കെത്തിയതറിയാതെ അവൾ നൃത്തം അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമായിരുന്നു. ബാല്യം വിട്ടുമാറാത്ത രേവതിയോട്, അവളുടെ ശരീരത്തോട് യുവത്വം അകന്നു മാറി തുടങ്ങിയ പെരുമാൾക്ക് പ്രണയമായിരുന്നെന്ന്. മതി മതി അമ്മേ,
എനിക്ക് കേൾക്കണ്ട. അന്ന് ഋതുമതി പോലും ആകാതിരുന്ന മകളെ ഉപദ്രവിക്കരുതേ എന്ന് അപേക്ഷിച്ച സാധുവായ എന്റെ മാതാപിതാക്കൾക്ക് പൊന്നും നിലവും നൽകി നിശബ്ദരാക്കിയിട്ട് പെരുമാൾ രേവതി എന്ന എന്നെ സ്വന്തമാക്കി. അമ്മേ മതി, വേണ്ട. ഭീതിയുടെ നാളുകളിൽ എവിടെയോ അവൾ ഋതുമതിയായി, പരിചാരകരുടെ തമ്പുരാട്ടിയായി, പെരുമാളുടെ രതിക്രീഡകളുടെ ദാസിയായി, അങ്ങനെ ഈ ശ്രാവണിയുടെ അമ്മയായി, പിന്നെ പെരുമാൾപുരത്തിന്റെ രേവമ്മയായി. മതി, ഇനി എനിക്ക് കേൾക്കണ്ട. കേൾക്കണം, ശ്രദ്ധയോടെ കേൾക്കണം. നിന്റെ പിതാവായ വരദരാജ പെരുമാളുടെ ജീവൻ അപഹരിച്ചതും ഞാനല്ല, രേവമ്മയല്ല. പെരുമാൾപുരത്തെ ചന്തം നിറഞ്ഞ അങ്കനമാരുടെ ആത്മാഭിമാനത്തെ നിത്യമെന്നോണം കവർന്നെടുത്ത പെരുമാളുടെ ദുഷ്ടതയെ ഇല്ലാതാക്കിയത് ചാവേറുകളാണ്. അർദ്ധനാരികളായ പെരുമാൾപുരത്തിന്റെ വജ്രത്തിളക്കങ്ങൾ, ഈ രേവമ്മയുടെ നിത്യ സംരക്ഷകർ മണിദീപികയും ഹരിണിയും. അമ്മേ, നമ്മുടെ മണിദീപികയും ഹരിണിയും? അതെ, വരദരാജന്റെ കുതിപ്പുകൾക്ക് കടിഞ്ഞാണിട്ടത് അവരാണ്, പിറക്കാതെ പോയ എന്റെ പൊന്നുമക്കൾ. അമ്മേ, ഈ മകളുടെ മനസ്സ് നിറഞ്ഞു. ആജ്ഞകളുടെ വാറോലയുമായി പെരുമാൾപുരത്ത് ആരും കടന്നു വരാൻ അനുവദിക്കില്ല ഈ ശ്രാവണി. മകളെ, ഏതോ വിപത്തിന്റെ സൂചന. ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ. ശങ്കര ഭഗവാനെ, ആടിമാസപ്പിറവി മുതൽ മഹോദയപുരമാകെ അസ്വസ്ഥതയുടെ കവചമണിഞ്ഞിരിക്കുന്നല്ലോ. റാണിയുടെ ദീനം മുതൽ പെരുമാൾപുരത്തിന്റെ കുത്തിനോവിക്കലുകൾ വരെ ഈ വരഹേന്ദുവിനെ നിദ്ര പോലും നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. കൈലാസഗിരിക്ക് സമാനമായ ശാന്തത മഹോദയപുരത്തിനും സാധ്യമാക്കണമേ മഹാദേവ. ജ്യേഷ്ഠ, അനുജ, റാണിയുടെ വ്യാധി മാറിയിരിക്കുന്നു. നാമും മഹോദയപുരവും ഇന്നേറെ സന്തോഷത്തിലാണ്. ഏറെ നാളുകൾക്ക് ശേഷം സന്തോഷം തിരികെ കിട്ടിയ അങ്ങയുടെ മുഖത്തു നോക്കി നമുക്ക് അനുജ, മുഖവരെ എന്തിന്? കാര്യം പറയൂ. അല്ല ജ്യേഷ്ഠ, നമ്മുടെ ചിന്തകൾക്കും അപ്പുറമാണ് പെരുമാൾപുരത്തിന്റെ സൈന്യബലവും രേവമ്മയുടെ മനോബലവും. പെരുമാൾപുരം ദേശത്തെ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റാൻ യുദ്ധം പോലും ആവശ്യമില്ല. നമ്മൾ രണ്ടാളും മാത്രം മതിയാവില്ലേ അനുജ? കാവേരിപ്പുഴയിൽ ജനകന്യകമാരെ പോലെ രേവമ്മയുടെ നാവികപ്പട സദാ ജാഗരൂകരാണ്. അതിർത്തി ലംഘിച്ച് മറുകരയിലെത്തിയാൽ ശത്രുഗന്ധം പോലും തിരിച്ചറിയുന്ന മതയാനക്കൂട്ടം, കൂടാതെ രേവമ്മയുടെ പെൺസേന, മരണഭയമില്ലാത്ത ചാവേറുകൾ, അങ്ങനെ നീളുന്നു. ഇത്ര വിശദമായി ഇങ്ങനെ വിവരം ലഭിച്ചു? ഏകജാതൻ, പെരുമാൾപുരത്തിന്റെ പതനം ആഗ്രഹിക്കുന്ന ഒറ്റയാൻ. ഏകജാതനോ? ശത്രു രാജ്യത്ത് നിന്ന് വന്നു ചേർന്നവനെ നാം എങ്ങനെ വിശ്വസിക്കും? എല്ലാം ആലോചിച്ചു മതി. ആലോചനകളില്ലാത്ത തീരുമാനങ്ങൾ ആപത്തുകൾക്ക് കാരണമാകും. വന്നു ചേർന്ന ആളെവിടെ? അങ്ങയുടെ അനുവാദത്തിനായും നമ്മുടെ സൈന്യത്തിന്റെ സഹായത്തിനായും കാത്തിരിക്കുന്നുണ്ട് നമ്മുടെ തോണിപ്പുരയിൽ. അനുവാദമില്ലാതെ അതിർത്തി കടന്നു വന്നതിന്റെ ആശങ്ക നമുക്കിനിയും ശേഷിക്കുന്നു. ജ്യേഷ്ഠ, ഈ അശ്വരൂപനും അനുവാദമില്ലാതെയാണ് പെരുമാൾപുരത്ത് പ്രവേശിച്ചത്. എതിർസ്വരം എന്തിനനുജ? ജ്യേഷ്ഠൻ ക്ഷമിക്കണം. മുറിപ്പെടുത്തുന്ന വാക്കുകളായി തോന്നിയെങ്കിൽ മാപ്പ്. സാരമില്ല. അപമാനഭാരത്താൽ നീറുന്ന നിന്റെ ഹൃദയവ്യഥ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. സന്തോഷത്തിമിർപ്പിലാണ് സൗമിനി. അതുകൊണ്ട് തന്നെ സമവായവും സമാഗമവും കൊട്ടാരത്തിൽ വേണ്ട, തോണിപ്പുരയിൽ തന്നെയാകാം.
അതെ, സായാഹ്നമാകുമ്പോൾ ജ്യേഷ്ഠന്റെ വരവ് പ്രതീക്ഷിച്ച് ഞാനും ഏകജാതനോടൊപ്പം തോണിപ്പുരയിലുണ്ടാകും. ആവേശത്തിന്റെ നെറുകയിലാണ് അനുജൻ. ആഗതനായവൻ ആരെന്നു പോലും അറിയാതെയുള്ള നീക്കങ്ങൾക്ക് അകമ്പടി നിന്നുകൂടാ. ചരിത്രം അങ്ങനെയാണ്. ഒറ്റുകൊടുക്കുന്നവനൊപ്പം പറ്റിച്ചേർന്നവർക്കൊക്കെയും വിനാശമാണ് ഫലം, സർവനാശം. മഹാരാജൻ, സുഖകരമായ നിദ്ര വിട്ടുണരുമ്പോ അന്തപുരത്തിൽ അങ്ങേ കണ്ടില്ല. ആണോ? എന്റെ പ്രിയപ്പെട്ടവൾ ഒന്ന് ചിരിച്ചേ. എന്താ ഇപ്പൊ ഇങ്ങനെ? സൗമിനി, എത്ര നാളുകൾക്ക് ശേഷമാണ് നീ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നത്? റാണിയുടെ രോഗാതുരമായ നാൾ വഴികൾ ഈ വരഹേന്ദുവിന് നരകതുല്യമായിരുന്നു. ഉണങ്ങാത്ത മുറിവുകളില്ലല്ലോ പ്രിയനെ. നമ്മുടെ അനുജൻ സൗമിനിക്കായി കൊണ്ടുവന്ന ഔഷധ തീർത്ഥമാണ് മൃതസഞ്ജീവനിക്ക് തുല്യമായി രക്ഷയായത്. അസ്തമനത്തിന് ശേഷമുള്ള പുലരി പോലെ നീ ഇങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ ശാന്തമാണ് മനസ്സ്. കൈലാസഗിരിയിലെ മഹാപ്രഭുവിന്റെ പാതാരവിന്ദങ്ങളിൽ പറ്റിച്ചേർന്ന മഞ്ഞുതുള്ളിയുടെ തണുപ്പായിരുന്നു ആ ഔഷധ തീർത്ഥത്തിന്. അങ്ങയുടെ സാമീപ്യം കൊണ്ടും പ്രഭാതമഴയുടെ സ്പർശം കൊണ്ടും ഈ സൗമിനി അതേ ആനന്ദത്തിലും ഭക്തിയിലുമാണ്. സൗമിനി, അതേ ആനന്ദവും സന്തോഷവും പ്രണയവും എന്നും നമുക്ക് വേണം. ഒപ്പം ഭംഗി നിറഞ്ഞൊരു പൊൻകുഞ്ഞിനെയും. വേണം. പ്രമദവനത്തിലെ ശലഭം പോലൊരു തളിർമുട്ട്, അലങ്കാര തൊങ്ങലുകൾ ചാർത്തിയ ചന്ദനത്തൊട്ടിലിൽ നിറപുഞ്ചിരിയുമായൊരു കുഞ്ഞു വരഹേന്ദു. സൗമിനി, ആകാശദീപങ്ങളോട് പോലും ഞാൻ കലഹിച്ചിട്ടുണ്ട് നിനക്ക് വേണ്ടി. ഓർമ്മകൾ ഇങ്ങനെ നിറയുകയാണ്. പ്രണയസാഫല്യമായി കരം പിടിച്ചതിനും പത്നീപദം തന്നൊപ്പം ചേർത്തതിനും നിലയ്ക്കാത്ത സ്നേഹപ്രവാഹം കൊണ്ട് ഞാൻ കടം വീട്ടും. മധുമാസരാവിൽ നീ മയിലായാടി വരൂ. ഹൃദയരാഗം പാടുകയായി അതിലലിയും മുരളികയായി മോഹവീണയിൽ കുളിർ നിറയ്ക്കുവാൻ മധുഹിമ ഗണമായി വാ. മുകിലേ മുകിലേ മധുമാസരാവിൽ നീ മയിലായാടി വരൂ.
സ്വപ്നവുമായി നീ അരികിലെത്തി. നിലവിന്റെ കൂടാരത്തിൽ അണിഞ്ഞൊരുങ്ങി മിഴിമുന തഴുകിയ നാണം നിന്നിൽ സ്വരഗതി ഒഴുകിയ ഈണം. ഉടലുകൾ തളിരിടും യാമം നിന്നിൽ മധുര മധുരമയ രാഗം. പവിഴപ്പുമൊട്ടുകൾ നർത്തനമാടും മൃദുസ്വരമായി പ്രിയതരമായി അരികിൽ വരൂ. മഴമേഘത്തേരിൽ വരൂ. കിളിമൊഴിപ്പാട്ടും മൂളി നിറനില ഉണർന്നു. സ്നേഹവിപഞ്ചികയിൽ പവനനണഞ്ഞു. കനവുകളിൽ ചുംബനമായി അകതാരിൽ പടരുന്നു. കനവുകളിൽ ചുംബനമായി അകതാരിൽ പടരുന്നു. ഈ രാവിലെന്നിൽ പ്രണയരാഗമായി ഹൃത്തടങ്ങളിൽ പെയ്തിറങ്ങുവാൻ വാ. പവിഴപ്പുമൊട്ടുകൾ നർത്തനമാടും മൃദുസ്വരമായി പ്രിയതരമായി അരികിൽ വരൂ. മഴമേഘത്തേരിൽ വരൂ. ഒരു പകൽ മാഞ്ഞ് രാത്രിക്ക് വഴിമാറിക്കൊടുത്തിരിക്കുന്നു. ഈ മഹോദയപുരത്തേക്ക് അഭയാർത്ഥിയായല്ല ഞാൻ എത്തിച്ചേർന്നത്. മഹാവിജയത്തിന്റെ പങ്കാളിത്തം അരക്കിട്ടുറപ്പിക്കാനാണ്. ഹ, ആശങ്ക വേണ്ട ഏകജാത. നമുക്ക് ക്ഷമ നശിക്കുന്ന സ്വരൂപ. ക്ഷമയും നല്ലൊരു ആയുധമാണ് ഏകജാത. മഹാവിജയങ്ങൾക്ക് വേണ്ടി ക്ഷമയോടെ കാത്തിരുന്നേ പറ്റൂ. വരഹേന്ദ്രാദിന് പ്രണാമം. അനുവാദം തേടാതെ അതിർത്തി കടന്നു വന്നത് അപേക്ഷയുടെ സ്വരമുയർത്താനല്ല രാജൻ, പൊതുശത്രുവിന്റെ പരാജയം എളുപ്പമാക്കാനാണ്. ഏകാംഗ സൈന്യമായ നമുക്ക് പരാജയം നുണയാൻ കഴിയില്ല, വിജയം മാത്രം. ഏകജാതന്റെ ഭൂതകാലത്തെക്കുറിച്ചോ രേവമ്മയുമായുള്ള ശത്രുതയെക്കുറിച്ചോ നാം തിരയുന്നില്ല. എന്നാലും സ്വന്തം ദേശത്തിന്റെ പതനം ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ലക്ഷ്യമെന്തെന്ന് വ്യക്തമാക്കിയേ തീരൂ. ലക്ഷ്യമൊന്നു മാത്രം, അധികാരം, പരമാധികാരം. പെൺഭരണത്തിന്റെ ചിറകരിഞ്ഞ് പെരുമാൾപുരത്തിന്റെ സിംഹാസനത്തിൽ ഏകജാതനെത്തണം. ജ്യേഷ്ഠ, നമ്മുടെ സൈന്യബലവും ഏകജാതന്റെ പോരാട്ട വീര്യവും ഒരുമിച്ചാൽ കേവലം ഒരു പകൽ മാത്രം മതിയാകും യുദ്ധം ജയിക്കാൻ. സ്വന്തം രാജ്യത്തിനെതിരെ കച്ചമുറുക്കിയ ഏകജാതൻ യുദ്ധനീതിയുടെ ബാലപാഠങ്ങൾ പോലും മറന്നിരിക്കുന്നു. സൈന്യബലമില്ലാത്ത ഏകജാതന് മാനവരാൽ മരണം ഒരിക്കലും സംഭവിക്കില്ല എന്ന ദിവ്യമായ വരം കാലപുരിയുടെ നാഥനായ യമധർമ്മരാജൻ നൽകിയിട്ടുണ്ട്. പക്ഷേ അങ്ങേക്കും അനുജനും മരണത്തിന്റെ കാലപാശം എപ്പോൾ മുറുകുമെന്ന് നിശ്ചയവുമില്ല. വരസിദ്ധിയുള്ള ഏകജാതനും സൈന്യബലമുള്ള മഹോദയപുരവും ഒന്നിച്ചാൽ ഒരു ദിനം വേണ്ടി വരില്ല വിജയം നേടാൻ. പക്ഷേ ഒന്നു മാത്രമുണ്ട് ഓർമ്മയിൽ കരുതി വെക്കാൻ: ഈ ഏകജാതനായിരിക്കണം
പെരുമാൾപുരത്തിന്റെ അധികാരി. പോരാട്ട ഭൂമിയിൽ വരസിദ്ധിയുള്ള നിങ്ങളുടെ കരങ്ങളോ വാൾത്തലപ്പോ ഞങ്ങളുടെ ജീവനിൽ ആഴ്ന്നിറങ്ങില്ലെന്ന് എന്തുറപ്പ് ഏകജാത? അങ്ങനെ ഒരു ചിന്ത നമുക്കുണ്ടായിരുന്നെങ്കിൽ വരബലം ഇപ്പോഴുമുണ്ട് മഹാരാജൻ. ശത്രുവിന്റെ ശത്രു മിത്രമെന്ന് കരുതാം അല്ലേ ജ്യേഷ്ഠ? നമ്മുടെ സൈന്യം ഏകജാതനൊപ്പം ഉണ്ടെന്ന് അങ്ങ് തന്നെ പറയൂ. നമ്മുടെ കരങ്ങളാൽ വരഹേന്ദു മഹാരാജാവിനെ വധിക്കില്ല. സത്യം, ഇത് ഏകജാതന്റെ വാക്ക്. ഏകജാതൻ നമ്മുടെ ശത്രുവല്ല. നമ്മുടെ അനുജനെ അപമാനിച്ചയച്ച രേവമ്മയാണ് നമ്മുടെ ശത്രു. എന്നാൽ വിജയത്തിലേക്ക് നമുക്കൊരു കുറുക്കുവഴിയുടെയും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഏകജാതനുമായൊരു സഖ്യത്തിന് നാം തയ്യാറല്ല. ജ്യേഷ്ഠ, വിജയത്തിലേക്കുള്ള വഴിയിൽ വിളക്കുമരമാകുന്ന വെളിച്ചത്തെ ഊതിക്കെടുത്തരുത്. മഹാരാജാവ് നാമാണ്. തീരുമാനങ്ങൾ നമ്മുടേത് മാത്രമാണ്. അനുകൂലമായ മറുപടി മനസ്സറിഞ്ഞു തരാൻ നമുക്കാവുന്നില്ല. ഒരു പകലോളം നീണ്ട ആലോചനയിലും പ്രാർത്ഥനയിലും മഹാദേവൻ നമുക്ക് തന്ന തിരിച്ചറിവാണിത്. ഏകജാതന് മടങ്ങിപ്പോകാം. അസംഖ്യം നരബലികളുടെ രക്തക്കറ പുരണ്ട ഏകജാതന്റെ കരങ്ങൾക്ക് ഒരല്പം വിശ്രമം, അതായിരുന്നു നനച്ചത്. പക്ഷേ നമ്മെ അപമാനിച്ചയച്ച നിന്നോടിനി വാക്കുകളില്ല. ഒരറ്റം മുതൽ ചുട്ടരിക്കും ഈ ഏകജാതൻ. ഉയർത്തരുത്. സർവനാശത്തിന്റെ യുദ്ധമുഖം ചോരച്ചുവപ്പണിയുമ്പോൾ കുനിഞ്ഞ ശിരസുമായി നീ പെരുമാൾപുരത്ത് കുമ്പിട്ട് നിന്ന് യാചിക്കുമ്പോൾ നിനക്കെതിരെ ആയുധമെടുക്കാനും ശിരസാറത്ത് കാലപുരിയിലേക്ക് അയക്കാനും ഏകജാതൻ ഒരു കൂട്ടുവേണം. നമുക്ക് നേരെ വരുന്ന വാൾമുനകളെ സമർത്ഥമായി നേരിടാൻ നമുക്കൊരു പരിച വേണം. അതിനായി എന്റെ പൊന്നനുജനെ ഏകജാതൻ അങ്ങ് കൊണ്ടുപോവുക. ഹസ്തവുമായി വന്ന ഏകജാതനെ തെറ്റുകാരനും ഒറ്റുകാരനുമാക്കി അപമാനിച്ചയച്ച വരഹേന്ദുവിന്റെ സഹോദര, ദിനരാത്രങ്ങൾ പലത് കഴിഞ്ഞിട്ടും യുദ്ധത്തിനായാലും സഖ്യത്തിനായാലും ഒരു ദൂതനെ പോലും പറഞ്ഞയച്ചില്ല നിന്റെ ജ്യേഷ്ഠൻ. സ്വന്തം അനുജൻ ജീവിച്ചിരിക്കുന്നുവോ എന്ന് പോലും അറിയാൻ. സംഭവിച്ചതൊക്കെയും വിധിയെന്ന് കരുതി വിഡ്ഢിയെപ്പോലെ മൗനം പാലിക്കാനോ പേടിയുടെയും ഭയത്തിന്റെയും കരിമ്പടം പുതച്ച് ഏകജാതന്റെ അടിമയായി ശിഷ്ടായുസ് തികയ്ക്കാനോ തയ്യാറല്ല സ്വരൂപൻ. എന്റെ സിരകളിലും രാജരക്തമാണ്. അതെ അതെ, ഏകജാതന്റെ ആജ്ഞകൾ മാത്രം അനുസരിക്കാൻ വിധിയുള്ള രാജരക്തം സിരകളിലുള്ള സേവകൻ വെറു അടിമ. ഈ അശ്വരൂപന്റെ പ്രാണനറ്റ് പോകും വരെ നിന്റെ ചെയ്തികൾക്ക് നാം കൂട്ടുനിൽക്കില്ല. അറപ്പാണ് നിന്നെ എനിക്ക്. മരണം വന്ന് വിളിക്കും വരെ ഈ ഏകജാതനൊപ്പമാണ് നീ. അടിമയാണ് നീ. അനുസരണ മാത്രം ശീലിക്കുന്ന അടിമ. മാനവരാൽ കഴിയാത്തത് ദേവതമാരാൽ സാധിക്കുമെന്ന് നിനക്കും ഉറപ്പുള്ളതല്ലേ? നമ്മുടെ മരണാനന്തരം സത്യലോകത്തിരുന്നെങ്കിലും നിന്റെ പിടഞ്ഞുള്ള മരണം അശ്വരൂപന്റെ ആത്മാവ് കാണും. ഇത് സത്യമാണ്, പരമമായ സത്യം. ദേവന്മാർ നാവുയർത്തരുത് ചുനകാനി. കാവേരിയുടെ ആഴങ്ങളിലേക്ക് നിന്നെ അരിഞ്ഞു വീഴ്ത്താഞ്ഞതും ഈ ബലിത്തറയിൽ ശിരച്ഛേദം ചെയ്ത് കൊത്തി നുറുക്കാതിരുന്നതും മനുഷ്യത്വം കൊണ്ടല്ല, ശത്രുപക്ഷത്തിന്റെ കുന്തമുനകളെ അശ്വരൂപൻ എന്ന പരിചയ കൊണ്ട് നേരിടാനാണ്. നിന്റെ മരണം ഒടുവിലായിരിക്കും.
മരണത്തിന് ശേഷം. അവതാരമൂർത്തികൾ അശ്വരൂപൻ ഈ നിമിഷം മരണമാണ് വിധിക്കുന്നതെങ്കിൽ നെഞ്ചുറപ്പോടെ നാം സ്വീകരിക്കും. വാളെടുക്കു യോദ്ധാവേ, വാളെടുക്ക്. അഹങ്കാരത്തിന്റെ ആൾ രൂപമായ നിനക്ക് ഒരിക്കലും ഉണങ്ങാൻ സാധ്യമല്ലാത്ത ഒരു മുറിവെങ്കിലും സമ്മാനിക്കും ഈ അശ്വരൂപൻ. ആവേശത്തോടെ അനുജനെ കാണാൻ എത്തുന്ന വരഹേന്ദുവിന് കൊടുക്കാൻ ഒരു സമ്മാനം വേണം. വേണ്ട അശ്വരൂപ? നിന്റെ ശിരസറത്ത് മാറ്റി ഉപ്പളങ്ങളിൽ സൂക്ഷിച്ചു വെക്കും ഈ ഏകജാതൻ. വന്നു ചേരുന്ന വരഹേന്ദുവിനെ കാഴ്ചവെക്കാനായി നിന്റെ കബന്ധം. നമ്മോട് ഒളിപ്പോരിന് വന്ന ക്ഷുദ്ര കീടങ്ങൾ ആരാണ്? ഞാൻ മണിദീപിയ. ഞാൻ ഹരിണി. എവിടെ എവിടെ മഹോദയപുരത്തിന്റെ ശാപസന്തതി എവിടെ? അശ്വരൂപൻ എത്തേണ്ട ഇടത്ത് കൃത്യമായും എത്തിക്കഴിഞ്ഞു ഏകജാത. ഇനി നിന്റെ മരണത്തിലേക്കുള്ള നാഴികകളാണ്. നീ ശത്രുവായി തിരഞ്ഞെടുത്ത രേവമ്മയുടെ ചാവേറുകളാണ് ഞങ്ങൾ. ജീവൻ കൊടുത്തും രേവമ്മയെ സേവിക്കുന്ന മണിദീപികയും ഹരിണിയും. പ്രപഞ്ചത്തിന്റെ ഗതിവിഗതികൾ നിശ്ചയിച്ചുറപ്പിക്കുന്ന ആദിപരാശക്തിയുടെ സമീപം നിൽക്കുമ്പോൾ അത്ഭുതവും ആദരവുമാണ്. പ്രണാമം മാതാവേ. പ്രണാമം യമദേവ. മഹോന്നതമായ സുഹൃതങ്ങളുമായി മാനവകുലത്തിലെ ശ്രേഷ്ഠ ജന്മങ്ങൾ നമ്മുടെ ഏവരുടെയും ഹൃദയം തൊടുമ്പോൾ അനുഗ്രഹമായും അവതാരമായി നിറയേണ്ടത് നമ്മുടെ നിയോഗമാണെന്ന് യമദേവനും അറിവുള്ളതാണല്ലോ. നിശ്ചയമായും ലോകമാതാവേ, നിമിഷങ്ങളുടെ ഗുണിതങ്ങളിൽ മാത്രം ചരിക്കുന്ന മാനവരെ ആയുസ്സൊടുങ്ങുമ്പോൾ സത്യലോകത്തേക്ക് മടക്കിയെത്തിക്കുന്ന യമധർമ്മന് കർമ്മമൊരുക്കുന്നതും അർദ്ധനാരീശ്വരനടക്കമുള്ള ദേവവൃന്ദങ്ങളാണല്ലോ. ജഡാധരന്റെ ധ്യാനത്തിന് വിഘാതമാകും വിധം അങ്ങയുടെ ഉപാസകനായ ഏകജാതന്റെ അധർമ്മ വിലാപം കൈലാസഗിരിയുടെ ശാന്തത വരെ നാശമാക്കിയിരിക്കുന്നു. ആയുസ്സിന്റെ തരംഗദൈർഘ്യങ്ങൾ നിശ്ചയിക്കപ്പെട്ട ആ മാനവന്റെ ചെയ്തികൾക്ക് യമധർമ്മരാജൻ പരിഹാരമൊരുക്കില്ലേ? കൽപ്പാന്തത്തോളം നീളുന്ന വിശ്വപ്രകൃതിയുടെ താളം നിശ്ചയിക്കുന്ന ആദിപരാശക്തിയും ജഗത് സ്വരൂപനായ സംഹാരരുദ്രന്റെ മനോനില കൃത്യമായി അറിയുന്ന പാർവതിയും അങ്ങ് തന്നെയല്ലേ? പരിഹാരം അവിടുന്നല്ലേ തീരുമാനിച്ചുറപ്പിക്കേണ്ടത്? മരണഭയമില്ലാതെ നരബലികൾ തുടർന്നാൽ നമുക്കും ഇടപെടണമല്ലോ. ഒരാഴ്ചവട്ടം മാത്രം നിശ്ചയിക്കപ്പെട്ട അവന്റെ പ്രാണന്റെ തുടുപ്പിനെ നിശബ്ദമാക്കാൻ കാലപാശമായിരിക്കില്ല മാതാവേ കാരണമാകുന്നത്. തൃശൂലധാരിണിയുടെ തൃക്കരങ്ങളാലാവും. പൂർത്തീകരിക്കേണ്ടതില്ല മഹാനുഭാവ. കാലപാശം ഈ കൈകളിൽ സമർപ്പിച്ച പരബ്രഹ്മസ്വരൂപമേ, പ്രപഞ്ചത്തിന്റെ ചലനവേഗങ്ങൾ നിശ്ചയിക്കുന്ന ആദിമാതാവേ, ധന്യമായ വാക്കുകളും ക്ഷണനേരം കൊണ്ട് നിശ്ചയിച്ച ഈ കൂടിച്ചേരലും ആദരപൂർണമായ അനിവാര്യതയാണ്. മംഗളം ഭവന്തു.
ആരാണ് നമ്മുടെ മുഖമാകെ ചമയമണിയിച്ചത്? എന്തൊക്കെയാണിത്? നീ ഇപ്പോൾ പെരുമാൾപുരത്തിന്റെ തടവുകാരനാണ്. ആണഹങ്കാരത്തിന്റെ മുഖശോഭ ഇല്ലാതാക്കിയത് ഈ ഹരണിയാണ്. ചായവും ചാന്തും കുങ്കുമവും കൊണ്ട് നീ ഇപ്പോൾ പെണ്ണൊരുക്കത്തിന്റെ ചമയങ്ങളിലാണ്. ഇനിയുമുണ്ട് ഏറെ ഏറെ ബാക്കി. മുഖത്ത് ചായമണിയിച്ചാലും പൊട്ടുകുത്തിയാലും തടവറയിൽ അടച്ച് ഭീഷണി മുഴക്കിയാലും നമ്മുടെ സിരകളിലാകെ പടരുന്നത് പുരുഷരക്തമാണ്. അശ്വരൂപൻ എന്ന ധീരയോദ്ധാവിന്റെ രക്തമാണ്. തോൽവി ഏറ്റുവാങ്ങി നാണം കെട്ട് ഏകജാതിന്റെ വാൾമുന നോക്കി മരണം കാത്തുകിടന്നപ്പോൾ നിന്റെ ജ്വലിക്കുന്ന പൗരുഷം എവിടെയായിരുന്നു? ഇത് തടവറയോ അതോ പാഠശാലയോ? പുരുഷനോ സ്ത്രീയോ എന്ന് നിരൂപിക്കാൻ വയ്യാത്ത മുഖമുള്ള നികൃഷ്ട രൂപമേ, ഇത് തടവറ മാത്രമല്ല, പാഠശാല കൂടിയാണ്. മഹാമായ ചണ്ഡികയുടെ ശ്രീമൂലസ്ഥാനം, ആ മൂർത്തിയുടെ നിത്യോപാസകയായ എന്റെ രേവമ്മയുടെ ശ്രീമന്ദിരം. ഒരിക്കൽ അനുവാദമില്ലാതെ ഈ പെരുമാൾപുരത്ത് വന്ന് തോറ്റു മടങ്ങിയവനല്ലേ നീ? എത്രയേറെ അഹങ്കരിച്ചാലും പ്രാണനറ്റു പോകും മുമ്പ് അവസാന ശ്വാസത്തിനായി പിടയുമ്പോ ആൺപെൺ വ്യത്യാസമില്ല മകനെ. കൈലാസനാഥ, എന്റെ മഹാദേവ, ബാല്യത്തിൽ എവിടെയോ കേട്ടുമറന്ന മകനെ എന്ന വിളിയിൽ എന്റെ ഹൃദയം പൊടിയുന്നു ദേവ. വിജയമാണോ ഇത്, അതോ നമ്മുടെ തോൽവിയാണോ ഇത്? ആയുസ്സറ്റു പോകുമെന്ന ഭീതി വേണ്ട അശ്വരൂപന്. പശിയും ദാഹവും അകന്ന് നീ നിദ്രയെ പുൽകുമ്പോഴും കാവലാളായി എന്റെ ഹരിണിയുണ്ടാവും നിനക്കൊപ്പം. അമ്മേ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ മാതാവേ. അർഹതയുള്ള മനുഷ്യത്വം അശ്വരൂപനും അർഹിക്കുന്നുണ്ട് ഹരിണി. വരാനിരിക്കുന്ന ഉദയങ്ങളിൽ രണ്ടുപേർ കൂടി ഈ പെരുമാൾപുരത്ത് എത്തിച്ചേരും. ഈ ദേശത്തിന്റെ സമാധാനം ഊതിക്കെടുത്താൻ തുനിഞ്ഞിറങ്ങുന്ന രണ്ട് പുരുഷ കേസരികൾ, വരഹേന്ദുവും ഏകജാതനും. ശത്രുപക്ഷത്തിന്റെ തലകൾ അരിഞ്ഞ് നാം കാവേരിയിലെറിയും. ആസന്നമാകുന്ന അവസാന പോരാട്ടത്തിൽ നമുക്ക് വിജയം സമ്മാനിക്കാൻ മഹാമായ ചണ്ഡികയുടെ ശക്തമായ സാന്നിധ്യമുണ്ടാകും ഹരിണി. പരിഭ്രമം എന്തിനു മണിദീപികെ? കാര്യം എന്തെന്ന് പറയൂ. നമ്മുടെ ശ്രാവണി, നമ്മുടെ പുത്രിക്ക് എന്ത് സംഭവിച്ചു മണിദീപികെ? നമ്മുടെ കുഞ്ഞിനെ കാണുന്നില്ല മാതാവേ. അയ്യോ മകളെ, എന്റെ പൊന്നു മകളെ. ഈ കാഴ്ച കണ്ട് മതിയാകുന്നില്ല എനിക്ക്. അതെ, നീയും നിന്റെ മാതാവും സൈന്യാധിപനെ കഴുമരത്തിലേറ്റിയപ്പോൾ അനുഭവിച്ച അത്ര സുഖം, അതേ പ്രതികാരം ഈ ഏകജാതനിലും പടരുന്നു ശ്രാവണി. അന്തിമ വിധിയുടെ നിമിഷങ്ങൾ നിനക്കും അടുത്തു കഴിഞ്ഞു ഏകജാതൻ എന്ന മൃഗമേ. നാം പിതാവെന്ന് വിളിച്ചു ശീലിച്ച കുശലനെയും നിങ്ങൾ മൃഗീയമായി കൊന്നു. ഞങ്ങൾ നടപ്പാക്കിയ ശിക്ഷയിൽ തെല്ലും കുറ്റബോധമില്ല. അവർ ഇരന്നു വാങ്ങിയ മരണങ്ങളായിരുന്നു അത്. നിനക്ക് ഉൾഭയം തോന്നുന്നില്ലേ ശ്രാവണി? മരണം ഇങ്ങനെ അടുത്തടുത്ത് വന്ന് ഊഞ്ഞാലാടുമ്പോൾ നിനക്കെന്നെ കൊന്നുകളയാൻ തോന്നുന്നില്ലേ ശ്രാവണി? ഏകജാതൻ ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെയാണ് ഏകജാതൻ. സ്വന്തം മാതാവിനെയും സഹോദരിയെയും പോലും ഭോഗവസ്തുവെന്ന് കരുതി ആക്രമിച്ച് ആസ്വദിക്കുന്ന നിനക്ക് മരണം പോലും കുറഞ്ഞ ശിക്ഷയാണ്. തെല്ലു ഭയം
ശിക്ഷ ഏറ്റുവാങ്ങാൻ. നാവിനേറെ നീളമുള്ള നിനക്ക് ആയുസ്സിന് നീളം കുറഞ്ഞു പോയല്ലോ സഹോദരി. ആരും കാഴ്ചക്കാരായി വരാത്തത് കൊണ്ട് ഏകജാതൻ ഈ ഹിംസയിൽ ലഹരി നഷ്ടപ്പെട്ടിരിക്കുന്നു. നിന്റെ പരിചാരകരില്ലേ, 2 നപുംസകങ്ങൾ? അവരെങ്കിലും നിന്റെ അവസാന പിടച്ചിൽ കണ്ട് കണ്ണു നിറയ്ക്കാൻ നമുക്കൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു ഹരമായനെ. ശ്രാവണി, ഒട്ടുപോകരുത് നീ. ഒളിപ്പോരിനോ നേർയുദ്ധത്തിനോ ശ്രമിച്ചാൽ നിന്റെ കൺമുമ്പിൽ വെച്ച് നാം വെട്ടി നുറുക്കുകളെ. ഇളമുറത്തമ്പുരാട്ടിയുടെ പിടഞ്ഞുള്ള മരണം നീയും കാണണം. അരുതി ഏകജാത. കരഞ്ഞു യാചിക്കരുത് മണിദീപികെ. നമ്മുടെ പെരുമാൾപുരത്തിന് അത് തീരാ കളങ്കമാണ്. നിഗ്രഹിച്ച് രസിക്കട്ടെ ഈ നീചൻ. പോകൂ, പോയി മാതാവിനോട് പറയൂ, ഈ ശ്രാവണി ധീരമായി മരണത്തിന് കീഴടങ്ങിയെന്ന്. ശ്രാവണി, ശ്രാവണി, ശ്രാവണി. ഞാൻ പാലൂട്ടി വളർത്തിയ എന്റെ പൊന്നുമകളെ കണ്ട് കൊതി തീർന്നു പോലുമില്ല. ഉള്ളം പിടയുന്ന നൊമ്പരത്താൽ ഉടലാകെ വിറയ്ക്കുന്നു. ചണ്ഡികേ, മഹാമായേ, ജീവനോടെ എന്റെ ശ്രാവണിയെ തിരികെ കിട്ടിയേ തീരൂ. അനുഗ്രഹിക്കണേ അമ്മേ.
എന്റെ മകൾക്കൊന്നും സംഭവിക്കില്ല. എന്റെ മണിദീപികയും ഹരിണിയും കൊണ്ടുവരും അവളെ. എന്റെ പൊന്മുത്തിനെ കൊണ്ടുവന്നിരിക്കും. എവിടെ എവിടെ എന്റെ മകൾ? എവിടെ? വരുന്നുണ്ട്. ശ്രാവണിയും മണിദീപികയും വരുന്നുണ്ട്. ഈ ഏകജാതനെ പൊരുതി തോൽപ്പിക്കാൻ കച്ചമുറുക്കി അംഗത്തിനിറങ്ങിയ ധീരവനിതകൾ വരുന്നുണ്ട്. ആരുടെയൊക്കെയോ ചുമലിലേറി വരുന്നുണ്ട്. തയ്യാറായി കാത്തു നിൽക്ക് രേവമ്മ, ഉടയാത്തൊരു ചെമ്പട്ട് പുതപ്പിക്കാൻ. ഏകജാത, കൊന്നു കളഞ്ഞോ നീ അവളെ? പറയടാ മൃഗമേ, പറയാൻ. കൊന്നു. ഈ പെരുമാൾപുരത്ത് നീ ഒരുക്കിയ കഴുമരത്തിൽ, നീ ശിക്ഷ നടപ്പാക്കിയ അതേ തൂക്കുമരത്തിൽ നിർഭയം കൊന്നു. എന്റെ മകളെ, അനക്കമറ്റ് ജഡമാകും വരെ ഈ ഏകജാതൻ ഇമ്മ ചിമ്മാതെ അത് കണ്ട് കണ്ട് കണ്ടങ്ങനെ നിന്നു. എന്റെ മകളെ, നരാധമാ, നിനക്ക് എന്നെ നിഗ്രഹിക്കാമായിരുന്നില്ലേ? ദേവി മഹാമായേ, നമുക്കെതിരെ പ്രതികരിക്കുന്ന എന്തും ഏതും ചുട്ടരിക്കും ഞാൻ. നിർത്ത്. നിനക്കും ഉണ്ടായിരുന്നില്ലേ ഒരു പെറ്റമ്മ? മുലപ്പാലിന് പകരം നീ അവളുടെ ജീവരക്തമല്ലേ നുകർന്നത്? മഹാശിലകൾക്ക് സമാനമായ നിന്റെ ഹൃദയത്തിൽ വിഷമാണ്, കൊടും വിഷം. ഇടവേളകളില്ലാത്ത ഈ ഏകജാതൻ ഇനിയും നിഗ്രഹം തുടരും. പെരുമാൾപുരത്തിന്റെ ചെങ്കോൽ ഈ വലങ്കയിലാകും വരെ. അതെ, ജഡരൂപത്തിലായാലും നിന്റെ നാവിന്റെ ചലനം നിൽക്കില്ല. വാ, നമുക്ക് നേരെ വാളുയർത്തി പാഞ്ഞു വാ. എന്റെ ശിരസറുത്ത് നീ രക്തം കുടിക്ക്. ശേഷക്രിയയ്ക്ക് പോലും ആരുമില്ലാണ്ടായ ഈ രേവമ്മയുടെ നെഞ്ചിൽ ആഴ്ന്നിറങ്ങണം നിന്റെ അധികാര കൊതിയുള്ള പടവാൾ. ഇന്നിനിയൊരു നിഗ്രഹത്തിന് ഏകജാതൻ മുതിരുന്നില്ല. ദീനദീനം വിലപിച്ച് കണ്ണീര് പോലും പറ്റി എരിഞ്ഞടങ്ങിയ മകളുടെ ചുടല നോക്കി നീ ഇരിക്കുമ്പോൾ ഏകജാതൻ ഒരിക്കൽ കൂടി വരും. ഒടുക്കത്ത വരവ്. അമ്മേ, നോവിന്റെ കയ്പുനീർ നുണഞ്ഞ് രേവമ്മ ഇപ്പോൾ തടിച്ചാണ്, തീർത്തും ഒറ്റയ്ക്കാണ്. അമ്മേ ചണ്ഡികേ, അനാഥയായ ഈ സാധുവിന്റെ മൂത്താവിൻ അനുഗ്രഹമായി തെളിയണമേ മാതാവേ. അമ്മയുടെ ആജ്ഞയെന്ന് കരുതി ഈ രേവമ്മ ജീവിതത്തിൽ ആദ്യമായി ഉടവാളെടുത്ത് നെഞ്ചോട് ചേർക്കുന്നു. ഹിംസ ആഗ്രഹിക്കാത്ത എന്റെ കരങ്ങൾക്ക് നീ മാത്രമാകണേ തുണ. ദേവി ചണ്ഡികേ നമഃ. പുലർവട്ടം എത്തും മുമ്പേ കരവാളെടുത്ത് കർമ്മനിരതയായ വീരാംഗന യുദ്ധഭൂമിയിലേക്ക് പോകൂ. ഒറ്റയ്ക്ക് പടം നയിച്ച് ഞാനുണ്ടാവും യുദ്ധമുന്നണിയിൽ. വെറും കൈയോടെ മടങ്ങിപ്പോകാനല്ല ഈ വരഹേന്ദു വന്നു ചേർന്നത്. നിന്റെ ശിരസർത്ത് വിജയം കൊയ്യാനാണ്. വാളെടുത്ത് നേർയുദ്ധത്തിന് വരൂ. നേർയുദ്ധം മാത്രമാണ് രേവമ്മയ്ക്കും താല്പര്യം. ഏകജാതിൽ നിന്ന് നമ്മുടെ സ്വന്തം അനുജനെ തട്ടിയെടുത്ത് വശീകരണ ഭസ്മം കൊടുത്ത് കിടപ്പറ വരെ എത്തിച്ചില്ലേ നീ? അവസാനം ചോരയും നീരും ഊറ്റിയെടുത്ത ശേഷം ഒന്നുകളഞ്ഞില്ലേ നീ അവനെ? വരഹേന്ദുവിന്റെ സ്വന്തം കൂടപ്പിറപ്പിന്. അരുത് വരഹേന്ദു. എല്ലാ കഥകളുടെ ജൽപ്പനങ്ങൾ രാജനീതിക്ക് ഭൂഷണമല്ല. ഞാൻ ഈ രേവമ്മ അശ്വരൂപനെ നിഗ്രഹിച്ചിട്ടില്ല. ഇത് സത്യം, സത്യം.
കാവേരുകളും മകളും നഷ്ടപ്പെട്ട് പരാജയം സുനിശ്ചിതമായി ഈ പകൽ വെളിച്ചത്തിൽ വരഹേന്ദുവിന്റെ മുഖം നോക്കി കള്ളങ്ങൾ ആവർത്തിക്കുന്നു. നീച ജന്മമേ, നിനക്ക് മരണമാണ് വിധി. നീചനും നികൃഷ്ടനുമായ ഏകജാതനാണ് അശ്വരൂപന്റെ മരണത്തിന് ഉത്തരവാദി. ഇല്ല, എന്റെ അശ്വരൂപനെ കൊന്നു തള്ളിയ രേവമ്മേ വെട്ടി നുറുക്കും ഈ പ്രജാപതി. നിർത്തടാ. ഊണിലും ഉറക്കത്തിലും സദാ നേരത്തിലും ഞാൻ വിശ്വസിക്കുന്ന ഉപാസിക്കുന്ന ദേവി ചണ്ഡികയുടെ നാമത്തിൽ ഈ രേവമ്മ പറയുന്നു, അശ്വരൂപനെ നിഗ്രഹിച്ചത് ഞാനല്ല, നിന്റെ സന്തത സഹചാരിയായ ഏകജാതനാണ്. ഈ മഴ പെയ്യുന്ന ഈ നെഞ്ചിൽ നിറയെ അനുജന്റെ മുഖമാണ്. നീ മാത്രമാണ് സർവനാശത്തിനും കാരണമായ നിഷേധിയായ സ്ത്രീ. വെട്ടിനുറുക്കി നിന്നെ നിഗ്രഹിച്ച ശേഷം ഈ കൊട്ടാരവും കത്തിച്ച് വെണ്ണീറാക്കും ഈ വരഹേന്ദു. ചുവടൊന്ന് പിഴച്ചാൽ ഏത് ശത്രുവും പതറും. പിഴച്ചുപോയ ചുവടുകളും തീരുമാനങ്ങളും ഇനി പെരുമാൾപുരത്തെ പെൺജീവനുകൾക്ക് ഇനി ഉണ്ടാകരുത്. കാരിരുമ്പിന്റെ കരുത്തുള്ള ആൺവർഗത്തിന്റെ അടിമ മാത്രമാകണം നീ അടക്കമുള്ള പെൺവർഗങ്ങൾ. ചണ്ഡികാ മാതാവ് നൽകിയ അനുഗ്രഹമാണ് ഈ രേവമ്മയുടെ ജീവനും പെരുമാൾപുരവും. ഈ വരഹേന്ദു ഒരു സൗജന്യം അനുവദിക്കാം. വാളുപേക്ഷിച്ച് മാപ്പിരന്നാൽ നിഗ്രഹം നടത്തില്ല നാം. ശേഷം ദാസിപ്പുരകളിൽ ഒന്നിൽ സർവസംഘ പരിത്യാഗിയായി നിനക്ക് ശിഷ്ടായുസ് തികയ്ക്കാം. നിനക്കുമുണ്ടായിരുന്നില്ലേ ഒരു പെറ്റമ്മ? അവരെ തലമുണ്ടനം ചെയ്ത് ദാസിപ്പുരകളിൽ നീ വിൽപ്പനയ്ക്ക് വെക്കുമോ? പറയടാ നീജ. നമ്മോട് പുലഭ്യം പറയുന്ന നിന്റെ നാവ് പിഴുതെറിയും ഈ വരഹേന്ദു. ഉപാധികളില്ലാത്ത ഈ അവസാന അംഗത്തിൽ ചോരയുടെ പുഴയൊഴുകണം. അടുങ്ങി ഉണരണം ഈ പെരുമാൾപുരം. ആണധികാരത്തിന്റെ കൊടി പാറണം ഈ ചുവന്ന മണ്ണിൽ. നേർയുദ്ധത്തിന് ഞാൻ തയ്യാർ. രക്തക്കറ പുരണ്ട നിങ്ങളുടെ വാൾത്തലപ്പുകൾ എന്റെ ശരീരത്തിൽ ആഴ്ന്നിറങ്ങും മുമ്പേ ഒരു സ്ത്രീ പ്രത്യക്ഷയാവും. അവതാരപ്പിറവിയുടെ ആ സ്ത്രീ രൂപമാണ് ചണ്ഡിക, ദേവി ചണ്ഡിക. ഇവളുടെ ചോരയും നീരും വീണ് ഈ നിലം പരിശുദ്ധമാകുമ്പോൾ പുതിയ പട്ടാഭിഷേകം നടക്കണം. ഈ ഏകജാതന്റെ പട്ടാഭിഷേകം. ജീവിതത്തിൽ മംഗളങ്ങൾ തൂകിവാ. അനാദിയായതും പ്രപഞ്ചമായതും മാനവന്റെ ജീവിതത്തിൽ മാർഗമായതും ദേവിയായതും ഉഗ്രമൂർത്തിയായതും ശോകനാശനം ശൂലധാരിണി നമഃ. മകളെ, അലിവ് നിറഞ്ഞ നിന്റെ ജപങ്ങളും വിലാപങ്ങളും നമ്മുടെ കാതുകളിൽ സുവ്യക്തമായി. യമദേവ, ഏകജാത, യമദേവന്റെ പരസ്യത്തിൽ അഭിവൃദ്ധി പ്രാപിക്കേണ്ട നീ ദുരാഗ്രഹങ്ങളുടെ വഴി തിരഞ്ഞെടുത്തത് വിധിയല്ല. വിവേകമില്ലാത്ത തീരുമാനങ്ങൾ നീ അലങ്കാരമായി തിരഞ്ഞെടുത്തത് കൊണ്ടാണ്. സ്വന്തം സഹോദരിയെ നിഗ്രഹിച്ചവനാണ് നീ എന്ന് ഉത്തമ ബോധ്യമില്ലേ ഏകജാത? അതുമാത്രം മതി നിനക്കായി തൊടുങ്ങാനുള്ള കാരണം. യമദേവ, വരഹേന്ദു, നിന്റെ അനുജന്റെ മരണത്തിന് കാരണമായവനെ പോലും ഒപ്പം ചേർത്ത നിനക്ക് മനുഷ്യരെന്ന പദം ഉച്ചരിക്കാൻ പോലും അവകാശമില്ല. അതിനാൽ
ടൈഗർ വിഷന്റെ നന്ദി ഒരിക്കൽ കൂടി.